യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനു യോഗ്യതയായി എന്തു കണ്ടു നീ. സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ. യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ, എന്തു ചെയ്യും ഞാൻ. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ രഹസ്യ പാപങ്ങൾ ഈശോയുടെ മുഖത്തിന്റെ പ്രകാശത്തെ വെളിപ്പെടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വാതുറന്ന് ഹല്ലേലൂയ പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭാഷകളുടെ ഭാഷാതി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരസ്പരം പ്രാർത്ഥിക്കുക. ആരൊക്കെ എപ്പോഴൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അവരെല്ലാവരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് സ്തുതിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ അഭിഷേകം നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറയട്ടെ. വിശുദ്ധയുടെ സാന്നിധ്യം നിറയട്ടെ. സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, രക്തസാക്ഷികളെ, അകാലത്തിൽ മരിച്ചുപോയുള്ള കുഞ്ഞി പൈതങ്ങളെ, സഭയിലെ വണങ്ങപ്പെട്ടവരെ, വാഴ്ത്തപ്പെട്ടവരെ, പേരിന്റെ കാണുന്നവരായ വിശുദ്ധരെ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ധ്യാനത്തിന് വേണ്ടി ഈ ശുശ്രൂഷയിൽ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുക്കുന്നു അവർക്ക് എല്ലാവർക്കും വേണ്ടി ദൈവ സന്നിധിയിലും ആദ്യം വഹിച്ച് പ്രാർത്ഥിക്കണമേ. വരാൻ പോകുന്ന ഏൽറുഹ ധ്യാനങ്ങളെ, കൺവെൻഷനുകൾക്ക് വേണ്ടി, ഇവിടുത്തെ താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി, ഏകദിന കൺവെൻഷൻ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ആദ്യം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിളിച്ചേ 3 പ്രാവശ്യം യേശുവേ എന്നൊന്ന് വിളിച്ചേ. യേശുവേ യേശുവേ യേശുവേ. ശക്തിയോടെ കരങ്ങൾ അടച്ചുകൊണ്ട് വിശുദ്ധോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. വിശുദ്ധയുടെ വലിയ മാധ്യസ്ഥവും സാന്നിധ്യവും സംരക്ഷണവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ, റൂഹായേ കനിയണമേ, ത്രിയേക ദൈവമേ കനിയണമേ, പരിശുദ്ധ മാലാഖമാരേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പരിശുദ്ധ കന്യാമറിയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കുർബാനയിൽ നോക്കി വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും വേദനകളും സമർപ്പിച്ച് വിശ്വാസം പാടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധനായ പത്രോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ പൗലോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ മത്തായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ മാർക്കോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ ലൂക്കോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ തോമസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ ലൂക്കോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ ബെനഡിക്ടേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ പാട്രിക്കേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി,
വിശുദ്ധനായ പാദ്രേ പിയോ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ലോറൻസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാമഗസ്റ്റീനോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ബർണാഡേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ സൈമൺ സ്റ്റോ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ കുരിശിൻ യോഹന്നാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ക്ലാരയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ റോസയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ലില്ലിയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ സിസിലിയായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ റീത്തയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മാർഗ്രറ്റേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ കാഥറിനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ മറിയം മഗ്ദലേന പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയാമൽഫോൻസമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയാമ പ്രേസ്യമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ മറിയം ത്രേസ്യായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ മദർ തെരേസായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പരിശുദ്ധ മാലാഖമാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ രക്തസാക്ഷികളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. മാനവദൂതന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഇരുകരങ്ങൾ സ്തുതിച്ചേ ഹല്ലേലൂയ 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 നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് നമ്മെ പോലെ ഇതേ ആവശ്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു 50 ലക്ഷം പേരെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം, വീടിന്റെ 4 അതിരുള്ള വസ്തുക്കളും വളർത്തുകളും വാഹനമെല്ലാം സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സർവ്വശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രന്റെ കർത്താവുമായ ഈശോമിശിഹായുടെ നാമത്തിലും ജീവനായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യാവിന്റെ മുഖ്യകാന്റെ ഗബ്രിയേൽ അപ്പാന്റെ സകല മാലാമാരുടെ വിശുദ്ധന്റെ രക്തസാക്ഷികൾ വന്നയുടെയും മധ്യസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ട് പൗരത്തിൽ എനിക്കും ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയിലെ ശക്തികളും അന്ധകാര ശക്തികളും ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. വൈശാചിക ശക്തികൾ, നാരിക ശക്തികൾ, തിന്മയിൽ ആധിപത്യം, മന്ത്രവാദങ്ങൾ, ഉടോത്രങ്ങൾ, സർപ്പങ്ങൾ, ശക്തികൾ ഞങ്ങൾ ഞങ്ങളുടെ പൗരങ്ങൾക്ക്, സ്ഥാപനങ്ങൾക്ക്, സ്ഥലങ്ങൾക്ക്, വ്യക്തികൾക്കോ ഈ അത്ഭുതന്മാർ ആരൊക്കെ എപ്പോഴൊക്കെ പകരുന്ന അവർക്ക് ഏതെങ്കിലും അസ്വസ്ഥ തടസ്സം ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെയും സ്വാധീനങ്ങളെയും അതാവായ സാധിക്കും എന്തെങ്കിലും നിർവീര്യമാക്കി ഞങ്ങളുടെ പൗരങ്ങളും, സ്ഥാപനങ്ങളും, സ്ഥലങ്ങളിൽ വ്യക്തിന്ന് ഉച്ചാരണം ചെയ്യും. കർത്താവിന്റെ കുരിശിന്റെ പാദത്തിലേക്ക് അയക്കുന്നു. ഇനിമേൽ ഞങ്ങളുടെ പൗരങ്ങളും, സ്ഥാപനങ്ങളും, സ്ഥലങ്ങളിലെ വ്യക്തികളെ പ്രവേശിച്ചു വന്ന് കർത്താവായ യേശുവിന്റെ തിരത്തം ഞങ്ങൾക്ക് ഞങ്ങളുടെ പൗരങ്ങൾക്ക്, സ്ഥാപനങ്ങളും, സ്ഥലങ്ങൾക്ക്, വ്യക്തികൾക്ക് സംരക്ഷണം ആവശ്യമായിരിക്കട്ടെ. പരിശുദ്ധ കന്യാവിന്റെ സകല മാലാമാരുടെ വിഷ്ണു മാതൃ സംരക്ഷണവും ഞങ്ങൾക്ക് അവിടുത്തെ ഈ ധ്യാനിക്കുന്ന ഓരോ മക്കളും പരിശുദ്ധാത്മാവിനെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിളിച്ചേ 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ നിശ്ചിതമെന്ന് വിളിച്ചേൻ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരങ്ങളടിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ഉണർവിൻ വരം ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കൂ.
ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. ചേർന്ന് പാടാം. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. വൻ കൃപകൾക്ക് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കുക, വൻ സൗഖ്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കുക, മഹാ അത്ഭുതങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങള്, കേട്ടാൽ സമ്മതിക്കാത്ത അത്ഭുതങ്ങള്, കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയുന്ന അതിശയകരമായ അസാധാരണമായ അത്ഭുതങ്ങൾ അടയാളങ്ങളും ഈ എൽറുഹ ശുശ്രൂഷകൾ മുഴുവനും ആരൊക്കെ എപ്പോഴൊക്കെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന അവരെല്ലാം പറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ. വൻ സൗഖ്യങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അപ്പസ്തലബോധനം 5:4-30 പിതാവായ ദൈവയുടെ പരിശുദ്ധ ദാസനായ യേശു നാമത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മാനസാന്തരം സംഭവിക്കാവുന്ന കരങ്ങൾ നേടണമേ. അവിടുത്തെ വചനം ധീരതയോടെ പ്രസംഗിക്കുക. ഈ ദാസനെ ശക്തിപ്പെടുത്തണമേ. അടയാളം സംഭവിച്ചിരുന്നു. ഈ വചന ശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചേ. വിളിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. കരങ്ങളടിച്ചുകൊണ്ട് ആത്മാവ് നിറയട്ടെ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമാരി അയക്കണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ആശിഷമാരി അയക്കണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. ലോകം മുഴുവനും ആത്മാവേ അനേകർക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുകൾ കുത്താം. ഈ സമയം വലത് കരുത്തി ജപമാല ഉയർത്തിപ്പിടിച്ച് നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ ഞാൻ കർത്താവുമായ ഈശോ മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായ കന്യാമറിയത്തിൽ പിറന്ന്
അന്ത്യോസ്പിലാത്തോസിന്റെ കാലത്ത് പിട സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളത്തിറങ്ങി മരിച്ചെടുക്കുന്ന മൂന്നാം ദിവസത്തെ സ്വർഗ്ഗത്തിലേക്ക് നൽകി സൗഖ്യത്തിന്റെ പിതാവായ ദൈവത്തിന്റെ വലത്ത് പാതിരിക്കുന്നു. അന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ ആശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം ഉചിതമാകണമേ, രാജ്യം വരണമേ, തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വിശ്വാസം, ശരണം, സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസമയം നിറയാൻ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി അമ്മേ മാതാവെ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് ഇങ്ങനെയുടെ യേശുകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ദൈവഭയം, ദൈവഭക്തി ലഭിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി അമ്മേ മാതാവേ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ യേശുകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, അറിവിന്റെ വരം, ജ്ഞാനവരം, വിശ്വാസവരം, രോഗശാന്തി വരെ, അത്ഭുത പ്രവർത്തനവരം, ഭജനവരം, ഭാഷാവരം, വ്യാഖ്യാനവരം, ആത്മാക്കളെ വിവേചനയുള്ള വരം ലഭിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി അമ്മേ മാതാവെ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ യേശുകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. രഹസ്യങ്ങൾ ഒന്നാം ദിവസം ഈശോ രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്നു എന്നതിന്മേ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യത്തിൽ നമ്മൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ തന്നെ എല്ലാ രോഗപീഠകളെയും സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗങ്ങൾ മാത്രമല്ലാട്ട് സമർപ്പിക്കേണ്ടത്, നമ്മുടെ രോഗപീഠകൾ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മെപ്പോലെ ഇതേ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു 50 ലക്ഷം പേരെ കൂടി നമുക്ക് സമർപ്പിക്കാം. സ്വയം ചമ്മട്ടി കൊണ്ട് അടിക്കുകയാണ്. അവൻ്റെ മുറിവിനാ നീ സൗഖ്യമുള്ളവരാക്കപ്പെടുകയും വചനൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഈ സമയം നമ്മുടെ രോഗങ്ങളെ സമർപ്പിച്ച് കിടപ്പ് രോഗികളെ സമർപ്പിക്കാം. വൈദ്യശാസ്ത്രം കഴിഞ്ഞ രോഗപീഠകളെ സമർപ്പിക്കാം. നമ്മുടെ അയൽപ്പക്കത്ത് കുടുംബസമ്മേളന യൂണിറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിൽ നമുക്കറിവുള്ളവർ, ബന്ധുക്കൾ, അങ്ങനെ രോഗികളായ മക്കളൊക്കെ ഒന്ന് സമർപ്പിക്കാം. വൈദ്യശാസ്ത്രം കഴിഞ്ഞ രോഗങ്ങളെ സമർപ്പിക്കാം. നഴ്സുമാരെ സമർപ്പിക്കുക. ആരോഗ്യ പ്രവർത്തകരെ, ഡോക്ടർമാരെ സമർപ്പിക്കാം. കഴിക്കുന്ന മരുന്ന് ചികിത്സിക്കുന്ന ഡോക്ടേഴ്സൊക്കെ സമർപ്പിക്കുക. മാനസിക രോഗികളെ സമർപ്പിക്കുക. വൈകാരിക രോഗങ്ങളെന്ന് വിളിക്കപ്പെടുന്ന രോഗങ്ങളാണ് അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടവാടി സ്വഭാവം. ഇതെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സമ്പൂർണ്ണമായിട്ട് നമ്മുടെ എല്ലാ രോഗങ്ങളും സമർപ്പിച്ച് നമ്മുടെ അയൽപക്കത്തും നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ച എല്ലാ രോഗപീഠകൾ, അങ്ങനെ രോഗികളായ മക്കളെല്ലാവരെയും സമർപ്പിച്ച് രോഗികൾക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ഉയർത്തുകയാണ്. രോഗികളുടെ ആരോഗ്യമായ പരിശുദ്ധ അമ്മയോട് ചേർന്നിട്ടാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ രോഗങ്ങളും അതോടൊപ്പം സമർപ്പിക്കുക. നമ്മളിപ്പോൾ ഇതേ രോഗാവസ്ഥയുള്ളവരൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ യേശുകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ യേശുകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ യേശുകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു.
പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവിടുത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവിടുത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവിടുത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവിടുത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവിടുത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവിടുത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവിടുത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ ഞങ്ങളുടെ പാപം പൊറുക്കണമേ, നരകാഗ്നിയിൽ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യായെ സഹായം ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധയായി വിളങ്ങും കന്യകമേരിയമ്മേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയായ സുതച്ചേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി സുതച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് ശ്രദ്ധിക്കുന്നു. എല്ലാ രോഗികളെ സമർപ്പിച്ച് ശ്രദ്ധിക്കുന്നു. ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള മക്കളെ സമർപ്പിക്കുന്നു. ഗർഭസ്ഥ ശിശുക്കളുടെ ചെറുതുപരിതമായ എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ച് വേണ്ടി ആഗ്രഹിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് ദുഃഖത്തിന്റെ രണ്ടാം ദിവ്യരഹസ്യം ഈശോയെ ചവിട്ടിക്കൊണ്ട് അടിക്കുന്നു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യത്തെ നമ്മൾ പ്രധാനമായും സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഒപ്പം തന്നെ നമ്മെപ്പോലെ ഇതേ ആവശ്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു 50 ലക്ഷം പേരെ കൂടി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കുക. അതേ ആവശ്യത്തോടെ പ്രാർത്ഥിക്കുന്ന വേറെയും അനേകരുണ്ട്. അങ്ങനെയുള്ളൊരു 50 ലക്ഷം പേരെ നമുക്ക് സമർപ്പിക്കാം. അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അവൻ ചെയ്തു തരുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. എൻ്റെ മക്കൾ ധൈര്യമായിരിക്കുവാൻ, ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുവാൻ. നമ്മുടെ കർത്താവിൽ നിന്നാണ് രക്ഷ. കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുക. യോനാപ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുകയാണ്, നമ്മുടെ കർത്താവിൽ നിന്നാണ് രക്ഷ. കർത്താവിനെ നമുക്ക് വിളിച്ച് അപേക്ഷിക്കാൻ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പോലെ അതേ ആവശ്യത്തോടുള്ളവരെയൊക്കെ ഒന്ന് മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. അങ്ങനെ സ്വാർത്ഥതയില്ലാതെ എല്ലാവർക്കും വേണ്ടി പുരുഷന്മാരും സ്ത്രീകളും അവരുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ പൗലോസ് പറയുക, സാധിക്കുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം.
സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പരീക്ഷണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പരീക്ഷണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പരീക്ഷണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പരീക്ഷണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പരീക്ഷണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പരീക്ഷണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പരീക്ഷണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പരീക്ഷണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പരീക്ഷണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പരീക്ഷണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അവന്റെ ഈശോയെ, ഞങ്ങളുടെ പാപം പൊറുക്കണമേ, നരകാഗ്നിയിൽപ്പെടണമേ. എല്ലാ ആത്മാക്കളെയും സഹായിക്കുന്ന ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. അത്ഭുതത്തിനെപ്പോഴും പാദാത്തമായ മാതാവേ, ഞങ്ങൾക്കായി ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരന്റെ സന്നിധിയിൽ മൂന്നാം ദിവ്യരഹസ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മൂന്നാം ദിവ്യരഹസ്യത്തിലേക്ക് പ്രവേശിക്കാം. ഈശോയുടെ തലയിൽ മുൾമുടി ധരിപ്പിക്കുന്നു എന്നത് നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം.
നമ്മിലും നമ്മുടെ കുടുംബത്തിലും ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. യേശു ഏകരക്ഷകൻ. ഈ ഒരു തിരിച്ചറിവിലേക്ക് എല്ലാവരും കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റാരും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടില്ല, യേശു എന്ന നാമല്ലാതെ. ഈ വചനത്തിൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. തിരുസഭയെ സമർപ്പിക്കാം. മാർപ്പാപ്പ, കർദിനാൾമാർ, മെത്രാന്മാർ, വൈദികർ, വചന പ്രഘോഷകർ, ധ്യാന മന്ദിരങ്ങൾ, കൺവെൻഷനുകൾ എല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ എൽറുഹ ധ്യാനമന്ദിരം, ആ ധ്യാനമന്ദിരം എല്ലാ എൽറുഹ ശുശ്രൂഷകർ പരിശുദ്ധാത്മാവ് നിറയട്ടെ. അടുക്കള മുതൽ അൽത്താരവർ ശുശ്രൂഷ ചെയ്യുന്നവർ, ആത്മായ പ്രേക്ഷിതർ, ഈ ധ്യാനമന്ദിരത്തെ സാമ്പത്തികമായിട്ട് പ്രാർത്ഥനയിലൂടെ സഹായിക്കുന്ന അനേകരുണ്ട്. അവരെ പ്രത്യേകം സമർപ്പിക്കാം. അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. അവരെല്ലാം പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഇവിടുത്തെ താമസമുള്ള ധ്യാന ഏകദിന കൺവെൻഷൻ, ഇവിടുത്തെ എൽറുഹ ദൈവവചന ശുശ്രൂഷ, ശാലോം ശുശ്രൂഷ, ഇവിടുത്തെ യൂട്യൂബിലൂടെയുള്ള ഈ അത്ഭുതങ്ങളുടെ ജപമാല, വിശുദ്ധ സമയം എന്ന പേരിലുള്ള ശുശ്രൂഷ ഒക്കെ പങ്കെടുക്കുന്നവരെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വരാൻ പോകുന്ന എൽറുഹ ധ്യാനങ്ങൾ, ഇടവക ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ, അതിൽ പങ്കെടുക്കുന്നവർ, അതിലേക്ക് 14 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വന്നു ചേരാനും എല്ലാവരും യേശുവിനെ അറിയാനും അനുഭവിക്കാനും വൻകൃപകളും സൗഖ്യങ്ങളും മഹാത്ഭുതങ്ങളും സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 5:12, അപ്പോസ്തലപ്രവൃത്തി 4:30 വചനങ്ങളുടെയൊക്കെ അഭിഷേകം എല്ലാ ശുശ്രൂഷകളിലും വന്ന് നിറയട്ടെ. നല്ല നല്ല ശുശ്രൂഷകരെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ധ്യാനമന്ദിരങ്ങളെയും സമർപ്പിക്കുന്നു. എല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. ആത്മാവ് നമ്മുടെ ജീവിതങ്ങൾ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മധ്യസ്ഥത ഞങ്ങളിൽ വന്ന് നിറയണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഓന്റെ ഈശോയെ ഞങ്ങളുടെ പാപം പൊറുക്കണമേ നടാൻ ചെയ്യണമേ എല്ലാ ആത്മാക്കളെയും ശിഷ്യങ്ങളെയും പാപികൾക്ക് പാപഭാരം പോക്കിടും സങ്കേതമേ ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് ദുഃഖത്തിന്റെ 4-ാം ദിവ്യരഹസ്യം ഈശോ കുരിശുമെന്ന് ഗാഗുൽത്ത മലയിലേക്ക് പോകുന്നു എന്നതുമേ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം നമ്മൾ പ്രധാനമായും സമർപ്പിച്ച പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ സഭയിൽ നിന്നൊക്കെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ തന്നെ മരണത്തിൽ നിന്ന് ഓർക്കാം. നല്ല മരണം ലഭിക്കാൻ വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ദീർഘായുസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഉള്ള ആയുസ് മുഴുവനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, എല്ലാവരും സ്നേഹിക്കാനും എല്ലാവരും ക്ഷമിക്കാനും എല്ലാവരും കരുണ കാണിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി, എല്ലാവരും വലിയ ദൈവത്തെ സ്തുതിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയവരെന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈശോ വിശുദ്ധ ജത്രുവിനെ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന നമ്മൾ ഭക്തിപൂർവ്വം ഏറ്റുചൊല്ലി എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. നിത്യപിതാവേ, ഇന്ന് ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കുന്ന അങ്ങേ തിരുക്കുമാരന്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലെ എല്ലാ മക്കൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച സമർപ്പിക്കുന്നു. ആമേൻ. കരം ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ദരിദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യാമേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. സൃഷ്ടിതാവിന്നമ്മ നീയേ, ലോകത്തിനു മാതാവേ, ഞങ്ങൾക്കായി ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് 5-ാം ദിവസത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. 5-ാം ദിവസം ഈശോ കുരിശിൽ കിടന്ന് മരിക്കുന്നു എന്നതിന് നമുക്ക് ധ്യാനിക്കാം. ഈ ദിവസത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ തന്നെ ചെറുതും വലുതുമായ പാപാവസ്ഥകളെ നമുക്ക് സമർപ്പിക്കാം. തർക്കദോഷങ്ങളെ സമർപ്പിക്കാം. മൂലപാപങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിലും അയൽപ്പക്കത്തും നാട്ടിലൊക്കെയുള്ള പാപജീവിതം നയിക്കുന്ന, യേശുവിനെ അറിയാത്ത, അനുഭവമില്ലാത്ത എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗം വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു പ്രാർത്ഥനയാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന. നമ്മുടെ ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, അയൽപ്പക്കാർ, ശത്രുക്കളും മിത്രങ്ങളും എല്ലാവർക്കും വേണ്ടി ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പാപശാപ ബന്ധനങ്ങൾ വിട്ടുപോട്ടെ. വിശുദ്ധി ദൈവത്തിന് ദാനമാണ്. ദൈവമേ, എന്നെ ഒരു വിശുദ്ധയാക്കണേ എന്നൊക്കെ ഈ സമയം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. കുമ്പസാരിക്കാത്തവരൊക്കെ കുമ്പസാരിക്കാൻ വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ധ്യാനത്തിന് പോകാത്തൊരു ധ്യാനമൊക്കെ കൂടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ആ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പാപികളുടെ മാനസാന്തരമാണ് നമ്മുടെ ലക്ഷ്യം. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ. പാപങ്ങൾ ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. കരം ഉയർത്തിപ്പിടിക്കാം. വിശ്വാസത്തോടെ നമ്മൾ നമ്മുടെ തന്നെ പാപങ്ങളൊക്കെ മനസ്സിലെ ഓർത്ത് നമ്മെ പോലെ പാപം ചെയ്യുന്നവരും വലിയ വഴിവിട്ട ജീവൻ നയിക്കുന്ന എല്ലാവരുടെയും തെറ്റായ സ്നേഹത്തിൻ്റെ കടിമപ്പെട്ട് പോയവർക്കൊക്കെ മാനസാന്തരം
അതാണ് നമ്മുടെ ലക്ഷ്യം. ഈശോയെ എല്ലാവർക്കും മാനസാന്തര അനുതാപത്തിൻ്റെ അഭിഷേകം കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശുദ്ധമേ നമ്പരാനമേ ഭാവിയിലാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനമേ. നന്മ നിറഞ്ഞവരമേ സുസ്ഥീകൃതയുടെ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധമേ നമ്പരാനമേ ഭാവിയിലാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനമേ. നന്മ നിറഞ്ഞവരമേ സുസ്ഥീകൃതയുടെ സ്ത്രീകളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധമേ നമ്പരാനമേ ഭാവിയിലാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനമേ. നന്മ നിറഞ്ഞവരമേ സുസ്ഥീകൃതയുടെ സ്ത്രീകളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധമേ നമ്പരാനമേ ഭാവിയിലാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനമേ. നന്മ നിറഞ്ഞവരമേ സുസ്ഥീകൃതയുടെ സ്ത്രീകളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധമേ നമ്പരാനമേ ഭാവിയിലാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനമേ. നന്മ നിറഞ്ഞവരമേ സുസ്ഥീകൃതയുടെ സ്ത്രീകളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധമേ നമ്പരാനമേ ഭാവിയിലാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനമേ. നന്മ നിറഞ്ഞവരമേ സുസ്ഥീകൃതയുടെ സ്ത്രീകളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധമേ നമ്പരാനമേ ഭാവിയിലാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനമേ. നന്മ നിറഞ്ഞവരമേ സുസ്ഥീകൃതയുടെ സ്ത്രീകളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധമേ നമ്പരാനമേ ഭാവിയിലാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനമേ. നന്മ നിറഞ്ഞവരമേ സുസ്ഥീകൃതയുടെ സ്ത്രീകളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധമേ നമ്പരാനമേ ഭാവിയിലാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനമേ. നന്മ നിറഞ്ഞവരമേ സുസ്ഥീകൃതയുടെ സ്ത്രീകളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധമേ നമ്പരാനമേ ഭാവിയിലാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി. ഈശോയെ ഞങ്ങളുടെ പാപങ്ങളെ ദൈവദൂതന്മാർ വണങ്ങും ദൈവലോകരാജ്ഞിയേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അല്പസമയം സന്തോഷത്തോടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശ്വരത്തിലെ തകർച്ചകളോട് ശ്രദ്ധിക്കുക, ബലഹീനത സാമ്പത്തിക ബുദ്ധിമുട്ടുകളോട് ശ്രദ്ധിക്കുന്നു. വാദമൊന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ശ്രദ്ധിച്ച് നമ്മളെല്ലാ വിഷമങ്ങളും
അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ, അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാം. എൻ്റെ പേര് സനില. എനിക്ക് 2018 ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു. അതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് പ്രാവശ്യം വന്നു. അങ്ങനെ 2019 ഇത്തിരി സീരിയസ് ആയി. പക്ഷെ അതിന് ശേഷം എൻ്റെ ഒച്ച ഇങ്ങനെ കുറഞ്ഞു വന്നു. ഒച്ച ഇങ്ങനെ കുറഞ്ഞു വന്ന് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റാണ്ടായി. ഒരു 20 അവസാനമായപ്പോഴേക്കും എൻ്റെ ഒച്ച കംപ്ലീറ്റ് പോയി. ഒരു വാക്ക് ഞാൻ സംസാരിക്കുമ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് തളർന്ന് വീഴുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കഴുത്ത് തൊട്ട് ഇങ്ങനെ തല ഭാഗം വരെ ഫുള്ള് ഭയങ്കര വേദനയായിരിക്കും. അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പിന്നെ അതിനുശേഷം കുറേ ഡോക്ടേഴ്സിനെ മാറി കാണിച്ചു. എല്ലാവരും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞത് വോക്കൽ കോഡ് വീക്കായി പോണതാണെന്ന് പറഞ്ഞു. അതിന് വേറെ കൂടുതലൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് സ്പീച്ച് തെറാപ്പി ചെയ്യാൻ പറഞ്ഞു. അതങ്ങനെ കുറേ നാൾ സ്പീച്ച് തെറാപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ശബ്ദം വന്നു. അതായത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാമെന്നുള്ളൊരു അവസ്ഥയിൽ കുറച്ച് ശബ്ദം വന്നു. പക്ഷേ എനിക്ക് ഒരു ജപമാലയുടെ ഒരു രഹസ്യം പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും ഞാൻ തളർന്നു വീഴും. വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു മറുപടി പ്രാർത്ഥന പോലും ചെല്ലാൻ പറ്റില്ല. കാരണം പറ്റില്ല, ഞാൻ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ തളർന്നു വീഴുക ചെയ്യുക. അത്രയ്ക്കും ഭാരമാണ് എനിക്ക്. സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാരമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, വീട്ടിലെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാനങ്ങനെ ഇതിനു വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. അങ്ങനെ ജൂണിൽ രണ്ടാമത് ഭയങ്കരമായിട്ട് സീരിയസ് ആയി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും ഇതുപോലെ തന്നെ എൻ്റെ ശബ്ദം ഫുൾ പോയി. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനിതുപോലെ ഒന്നും വേറെ ചിന്തിച്ചില്ല, വേഗം ധ്യാനം ബുക്ക് ചെയ്തു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല എൻ്റെ എപ്പോഴാണ് ശബ്ദം ശരിയായെന്ന് അറിഞ്ഞില്ല. കാരണം ആദ്യത്തെ ദിവസം എനിക്ക് ഇതുപോലെ ഒന്നും പ്രാർത്ഥനകളധികം ചെല്ലാൻ പറ്റിയിരുന്നില്ല. പക്ഷെ തിങ്കളാഴ്ച എനിക്ക് സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാൻ സ്തുതിച്ചു. എൻ്റെ തൊണ്ടയിൽ ഭയങ്കര ഒരു ഭാരം ഉണ്ടായിരുന്നു, ഒരു കല്ലിങ്ങനെ വെച്ച പോലെയായിരുന്നു. എനിക്ക് എൻ്റെ ഉമിനീരിറക്കുമ്പോൾ വേദനയാണ്, ഭയങ്കര ഭാരമായിരുന്നു തൊണ്ടയ്ക്ക്. പക്ഷെ അവിടെ ഒരു ശൂന്യത പോലെയാണ് ഫീൽ ചെയ്തത് തിങ്കളാഴ്ചത്തെ സ്തുതിപ്പ് കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ ചൊവ്വാഴ്ച അച്ഛൻ ആ ഉച്ചയ്ക്കത്തെ സെക്ഷൻ കഴിയുന്നതോടുകൂടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒച്ച കുറഞ്ഞു പോണ ഒരാൾക്ക് ഈശോ സൗഖ്യം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാനതിൽ വിശ്വസിച്ചു. എനിക്ക് ചൊവ്വാഴ്ച രാത്രി തൊട്ട് എനിക്ക് ഫുള്ളായിട്ട് എനർജിയിൽ എൻ്റെ ഫുൾ സൗണ്ടിൽ എനിക്ക് സ്തുതിക്കാനായിട്ട് പറ്റി. ഇന്ന് രാത്രി വരെ എനിക്കൊരു കുഴപ്പം. നല്ലൊരു കൈയടി കൊടുത്തേം കണ്ടോ. ഈ മകൾക്ക് സൗഖ്യം കിട്ടിയപ്പോൾ തന്നെ ഈ മകൾ ഓടി വന്നിരുന്നു. കുമ്പസാരത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞതാണ്, സൗണ്ട് പോകുന്ന ആൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. സൗണ്ട് പോകുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ സൗണ്ട് പോകുന്ന ആൾക്ക് സൗഖ്യം തരുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്തണം, വലിയ സൗഖ്യമാണെന്ന്. അന്ന് രാത്രി കുമ്പസാരം കഴിഞ്ഞതിന് ശേഷം ഈ മകൾ ഓടി വന്നിരുന്നു. അച്ഛൻ അത് ഞാൻ തന്നെയാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോയ സൗണ്ട് കർത്താവ് തിരിച്ചു വന്നു. കണ്ടോ, ഇത്രയും ശബ്ദത്തിൽ ആ കുട്ടിക്ക് പറയാനായിട്ട് പറ്റിയ എനിക്ക് സൗണ്ട് കംപ്ലീറ്റ് എന്ന പോലെ പോയത്. ഇപ്പം നിനക്ക് ഇങ്ങനെ പോയി സ്ട്രെയിൻ ചെയ്യുമ്പോൾ തലവേദനയോ അങ്ങനെയൊന്നും ഇല്ല അല്ലേ? ഒരു ബുദ്ധിമുട്ട് തോന്നില്ല, സാധാരണ പോലെ. സൗണ്ട് കേട്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഇത് കുറെ നാളായാലും ഞാനിത് കേട്ടിട്ട് കണ്ടോ. എന്നിട്ട് ഈ മകൾ ഇന്ന് വീണ്ടും ഓടി വന്നിരിക്കുക, അച്ഛാ ആ വ്യക്തി ഞാൻ തന്നെയാണെന്നുണ്ട് ഇന്നും വന്നിരിക്കുക. അത്രയും സന്തോഷത്തിലാണ് ആള്. എനിക്ക് വിശ്വാസം വരുന്നില്ല, ഞാൻ തന്നെയാണോ ഇത്, സൗണ്ട് തന്നെയാണോ? 2018 ശേഷം മോൾ ആദ്യമായിട്ടാണ് ഇത്ര ശബ്ദത്തിലൊക്കെ സംസാരിക്കുന്നത്. നല്ലൊരു കൈയ്യടി കൊടുക്കുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അനിൽ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ ആയപ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഒരു 5ാമത്തെ മാസം അനോമലി സ്കാനിൽ കുറേ അബ്നോർമാലിറ്റീസ് കാണിച്ചായിരുന്നു. ബ്രെയിനിൽ ഒരു സൈഡിൽ ഫ്ലൂയിഡ് കൂടുതൽ, പിന്നെ ഹാർട്ടിന് ചെറിയൊരു ഹോളുള്ള പോലെ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ബാംഗ്ലൂർ തന്നെ വേറെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി.
അവിടെയും ഹാർട്ടിൻ്റെ ഇത് പറഞ്ഞില്ല, പക്ഷേ ബ്രെയിനിൽ ഫ്ലൂയിഡുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളാകെ കൺഫ്യൂസ്ഡായി, എന്താ ചെയ്യേണ്ടത്, ഭയങ്കര സ്ട്രെസ്ഡായി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരാം, കാരണം കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച് ബാംഗ്ലൂർ നാട്ടിലേക്ക് വന്നു. എന്നിട്ട് കാലിക്കറ്റിൽ അവിടെയുള്ളൊരു നല്ല ഹോസ്പിറ്റലിൽ വീണ്ടും പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ വീണ്ടും പ്രശ്നങ്ങൾ പറഞ്ഞു. സെർവിക്സിൻ്റെ ലെങ്ത്ത് വളരെ കുറവാണ്, അപ്പോൾ പ്രീ ടൈം ഡെലിവറി ഭയങ്കര ചാൻസ് ഉണ്ട്, ബ്രെയിനിൽ ഫ്ലൂയിഡ് അപ്ലോ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മമ്മീനോട് പറഞ്ഞു, മമ്മി സ്ഥിരം അത്ഭുത ജമാല കാണുന്ന ആളാണ്. അപ്പോൾ മമ്മി ഒരു ദിവസം എന്നോട് പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ പേര് അഖില എന്നാണ്, അപ്പോൾ അഖിലേനെയും കുഞ്ഞിനെയും ഈശോ അനുഗ്രഹിക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു അത്ഭുത ജമാലയിൽ. അപ്പോൾ അതിനുശേഷം ഞാനും ഡെയിലി പറ്റുന്ന ടൈമിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അഖില തിരിച്ചുകൂടെ വന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും, ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് വീണ്ടും അടുത്തൊരു ഡോക്ടറിൻ്റെ അടുത്ത് വീണ്ടും ഞങ്ങൾ പോയി. ആ അച്ഛൻ പറഞ്ഞതിന് ശേഷമുള്ള പിന്നീടുള്ള ചെക്കപ്പിൽ സെർവിക്സിൻ്റെ ലെങ്ത്ത് ഓക്കെ ആണെന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നും ഫ്ലൂയിഡിൻ്റെ അളവൊക്കെ വളരെ കുറഞ്ഞെന്നും നോർമൽ സ്റ്റേജിലേക്ക് വന്നെന്നും പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് അതിനുശേഷം കോഴിക്കോട് ചെയ്ത ചെക്കപ്പിൽ പറഞ്ഞത് നമുക്ക് അതിലും ടെൻസ്ഡ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് നോസ് ഉണ്ട്, പിന്നെ അപ്പർ ലിപ്പിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം സർജറി ചെയ്തിട്ട് ശരിയാക്കാനും അത്ര പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ CT സ്കാൻ അങ്ങനെ സ്കാൻ ചെയ്ത് കാണുമ്പോഴൊക്കെ അങ്ങനെ ഡോക്ടർമാർ അത്രയും ഇതായിട്ട് എൻ്റെ റിപ്പോർട്ടുണ്ട്, അതിലൊക്കെ പറയുമ്പോൾ ഞങ്ങളാകെ പ്രശ്നം ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് അറിയാതെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാനും ഡെലിവറി ടൈമിൽ വൈഫിൻ്റെ കൂടെ കയറി, ഞാൻ ആകെ ഇതായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ കൊച്ചിനൊരു കുഴപ്പമില്ലെങ്കിൽ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന്. ഡെലിവറി റൂമിൽ അവിടെ ഉണ്ടായിരുന്നു. ഡെലിവറി എടുത്ത് ഞാൻ ഫസ്റ്റ് നോക്കിയത് ഫേസിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, ഭയങ്കര നോർമലായിരുന്നു, എല്ലാം നോർമലായിട്ട്. നല്ലൊരു കൈയടി കൊടുത്തേ. എന്തൊരു വലിയ സാക്ഷി നമ്മൾ കേട്ടല്ലേ മേഡം. അഖിലേനെയും കൊച്ചിനെയും കർത്താവ് അനുഗ്രഹിക്കുന്നു വിളിച്ച് പറഞ്ഞു അല്ലേ. അച്ഛൻ്റെ ഇവിടെ ഓർക്കാൻ ആ പേര് പറഞ്ഞത്, അഖില എന്നുള്ള പേര് ഉണ്ടോ. വലിയ സാക്ഷിയായിട്ടോ മോൻ്റെ കൊച്ചും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് വിൻസെൻ്റ്. ഞാൻ തൃശ്ശൂർ പറപ്പൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 25 വർഷമായിട്ട് ഗാന ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ഒരു 5 വർഷക്കാലമായിട്ട് എനിക്ക് ഒരു ദിവസം പാടിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച പാടാൻ പറ്റില്ല, അപ്പോഴേക്കും തൊണ്ടവേദന വരും. പിന്നെ 2 പ്രാവശ്യം ആൻറ്റിബയോട്ടിക് എടുത്താലാണ് വീണ്ടും പാടാനായിട്ട് എനിക്ക് പറ്റാറ്. പാലക്കിൽ എലുഹയുടെ കൺവെൻഷൻ നടന്നപ്പോൾ അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, തേൻ കഴിക്കുക, അതേപോലെ ഒലിവായിൽ പുരട്ടുക, അത് മാറിക്കോളും എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങി ഇപ്പോൾ 1 വർഷമായി ഇന്നേ വരെ എനിക്ക് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വന്നിട്ടില്ല. പാടാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ലൊരു കൈയടി കൊടുത്തേം കണ്ടോ മനസ്സിലായോ. ഇപ്പോൾ ഏകദേശം 1 വർഷമായി പാലക്കൽ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ശക്തമായ നല്ലൊരു അഭിഷേകമുള്ളൊരു കൺവെൻഷനായിരുന്നു. അന്ന് ഈ ചേട്ടൻ വന്ന് ഞാൻ ഇപ്പോൾ ഈ പറയുമ്പോൾ ഓർക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്ന് ഇക്കാര്യം പറഞ്ഞപ്പോൾ വെഞ്ചരിച്ച തേനും ഇങ്ങനെ കഴിക്കാനായിട്ട് പറഞ്ഞു, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിൻ്റെ സാക്ഷ്യപ്പോൾ നമ്മൾ കേട്ടത്. അതെടുത്ത് ആ വെഞ്ചരിച്ച തേനും കഴിച്ചു തുടങ്ങി പിന്നെ അങ്ങനെ ഒരു രോഗം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഓൺലൈനിൽ ശുശ്രൂഷ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരിയും ധരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് വീട്ടിൽ എല്ലാവർക്കും ഞാനും ധരിച്ചു. അപ്പോൾ ധരിക്കാൻ പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു, എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാരില്ലേ നീ അതിട്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ കുറച്ച് സാധനങ്ങളായിട്ട് ഓടി പോവുകയായിരുന്നു. ചെരുപ്പിൻ്റെ ഇടയിൽ ചരട് വെട്ട് തെറിച്ച് വീണു അവള്. നല്ല ദൂരത്തേക്ക് വൈഫ് വീണു, നല്ലൊരു വീഴ്ച വീണു. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോക്കുക, അതേപോലെ വീണിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു. പക്ഷെ അവൾ വളരെ സിമ്പിളായിട്ട് ചിരിച്ചിട്ട് എഴുന്നേറ്റ് എനിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കണ്ടു ഇതാണ് ഉത്തരീയത്തിൻ്റെ സംരക്ഷണം. അതിനുശേഷം ഇതിന് ഭയങ്കര വിശ്വാസമായി. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. എല്ലാ പ്രാവശ്യം വരുന്നതാണ് കേട്ടോ ഇതൊക്കെ. 5 വർഷമായിട്ട് ഈ ചേട്ടനെ ഈ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. 1 പ്രാവശ്യം പാടിയ പിന്നെ ആഴ്ച പാട്ടില്ല. 2 പ്രാവശ്യം ആൻറ്റിബയോട്ടിക് എടുത്താലാണ് പറ്റുള്ളൂ. നിസ്സാര രോഗശാന്തിയെ കിട്ടിയിരിക്കുന്നത്. എൻ്റെ പേര് ഷൈൻ. എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ വൈപ്പില്ലി എടവനക്കാടാണ്. അപ്പോൾ എനിക്ക് പണ്ട് പോലെ ഹലാൽ ഭക്ഷണം അറിയാതെയും പല അവസരങ്ങളിലായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര അതിശക്തമായിട്ടുള്ളൊരു വയറുവേദന ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞതുപോലെ ഈ അനാമ്പള്ളവും പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് തേനൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ആശ്വാസമുണ്ട്.
പിന്നെ അതുകൂടാണ്ട് കുറച്ച് നാളുകളായിട്ട് അത്ഭുതങ്ങളുടെ ജപമാല വീട്ടിൽ എല്ലാ ദിവസവും ആ അത്ഭുതങ്ങളുടെ ജപമാല വെച്ച് എത്ര വൈകി വന്നു കഴിഞ്ഞാലും അത് വെക്കാതെ അമ്മ സമ്മതിക്കൂല. അത് കണ്ടിട്ട് കിടന്നുറങ്ങാനായിട്ട് പറയുള്ളൂ. അപ്പോൾ അത് എല്ലാ ദിവസവും കാണുമായിരുന്നു. അപ്പോൾ എൻ്റെ കാലിൽ ഒരു വലിയ അലർജി ഉണ്ടായിരുന്നു. 2-3 വർഷമായിട്ട് ഇത് പൊട്ടി ഇതായിട്ടിരിക്കുകയായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ഇത് ഒലിവ് ഓയിൽ വരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഇത് കരിഞ്ഞ് ഉണങ്ങി മാറിപ്പോയി അല്ലേ? അത് മരുന്നൊക്കെ മുന്നേ വരട്ടിയിരുന്നോ? അതിനു മുമ്പ് ആയുർവേദവും ഹോമിയോ ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യമായിട്ട് മാറ്റം ഉണ്ടായിരുന്നില്ല. കണ്ടോ, അമ്മ പറഞ്ഞു അത്ഭുതമാല കണ്ടില്ലേ? ജോലി കഴിഞ്ഞ് വന്നാൽ അമ്മ പറഞ്ഞു എത്ര അത്ഭുതമാല കണ്ടിട്ട് നീ കിടന്നുറങ്ങിയാൽ മതി. അവനതനുസരിച്ചു ഈ ഒലിവ് ഓയിലും പുരട്ടി കൊടുത്തു. അതേ കാല് നിങ്ങൾ നോക്കി കാണാം, അതുപോലത്തെ അവസ്ഥയിൽ ആ പാട് മാത്രമുള്ള കംപ്ലീറ്റ് മാറിപ്പോയി. അത് ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിരുന്നു. അത് എന്ത് ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും ഭയങ്കര ചൊറിച്ചിൽ വരുമായിരുന്നു. ശരിക്കും ഇത് ഹലാൽ ഭക്ഷണം കഴിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ വന്നത്. കണ്ടോ, നല്ല ബോധ്യം കിട്ടിയിട്ടുണ്ടാവില്ല. ഞാനത് പറയാൻ വേണ്ടായി, അവൻ തന്നെ പറഞ്ഞു. അത് കണ്ടോ, ഞാൻ അത് പറയാനേ വന്ന് അവൻ തന്നെ അത് പറഞ്ഞു. അതുമൂലം അവനത് ഒരു ക്രിസ്ത്യാനിയുടെ കടയിൽ നിന്ന് തന്നെയാണ് അന്ന് ഒരു ഫുഡ് കഴിച്ചത്. ആ ഫുഡ് കഴിച്ചപ്പോൾ പക്ഷെ എനിക്കിത് പൊട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അവിടെ അയാളുടെ കടയിൽ മുസ്ലിമുകൾ വരുന്നതുകൊണ്ട് പുള്ളി ഹലാൽ ഫുഡാണ് മേടിച്ച് ഇത് ഹലാൽ മാംസം മേടിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച്. അപ്പോൾ അങ്ങനെ പറ്റിയതാണത്. പിന്നെ അതുകൂടാണ്ട് ഈ ഉത്തരീയത്തിൻ്റെ ഒരു സംരക്ഷണം പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് മണലിൻ്റെ പരിപാടി പാർട്ട് ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മണൽ വെള്ളം ഞാറക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് വഞ്ചി ഉറച്ചുപോയി. അപ്പോൾ ഈ വെള്ളം ഉറച്ചു പോയപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങി കുളിക്കണമായിരുന്നു. അപ്പോൾ അത് ശരിക്കും ബോട്ട് ചാലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറി ബോട്ട് സർവീസുള്ള ചാലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ആ കുഴിയിലേക്ക്, ഈ തുമ്പും കുഴിയിലേക്ക് പോയപ്പോൾ ഞാൻ രക്ഷിക്കാൻ വേണ്ടി ചെന്നാണ് എന്നെയും കൂടെ വലിച്ച് ആള് കുഴിയിലേക്ക് ഇട്ട്. ഏകദേശം 48 അടിയോളം താഴ്ചയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ വിലാപയാത്ര വരെ അതിൻ്റെ അടിയിൽ വെച്ച് സ്വപ്നം കണ്ടായിരുന്നു. പക്ഷേ എന്നെ ആരോ കൈക്കുടിച്ച് ഉയർത്തുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അമ്മയെന്ന് പറഞ്ഞാൽ വിളിച്ചത്. മാതാവിൻ്റെ ഭയങ്കര ഒരു സംരക്ഷണമായിരുന്നു. അങ്ങനെ ഞാൻ മുകളിലേക്ക് ഇങ്ങനെ എത്തി, ഇങ്ങനെ കൈ ഇങ്ങനെ അറിയാതെ പിടിക്കുമ്പോൾ എന്തുമയോ തടഞ്ഞു. അപ്പോൾ മുങ്ങി ശരിക്കും അടിയിലേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് എന്നാ ഇങ്ങനെ തന്നെ ഒരു എന്താണ് പറയണത്, ഒരു ഭൂഗുരുത്വാകർഷണം പോലെ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരികയായിരുന്നു. അങ്ങനെ പൊങ്ങി വന്ന സമയത്ത് ഞാനൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കയ്യിലെന്തോ തടഞ്ഞു. അങ്ങനെ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ കഴുക്കോലാണ്. അപ്പോൾ വഞ്ചിയിൽ നിന്ന് വള്ളക്കാരൻ കഴുക്കോല് നീട്ടി തന്നാണ്. അപ്പോൾ ഇതിൽ പിടിച്ചിട്ട് അങ്ങനെ മറ്റേ കൂട്ടുകാരനെ വലിച്ച് അടുപ്പിച്ച് അങ്ങനെ നല്ലൊരു കൈയോടി കൊടുത്ത. 20 വർഷമായിട്ട് എനിക്ക് എന്ത് ബോധ്യം കിട്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല. ഉത്തരിയെ ഞാൻ കഴുത്തിൽ സ്ഥിരമായിട്ട് ധരിക്കുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നില്ല. ഇപ്പോൾ കുറച്ചാളായിട്ടുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച്. പക്ഷേ നേരത്തെ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇത് കഴുത്തിൽ ധരിക്കുമായിരുന്നു ഞാൻ. പിന്നെ അമ്മയുടെ ഒരു കാര്യം പറയാനായിട്ടാണെങ്കിൽ ഇവിടേക്ക് ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് അമ്മയുടെ കാലിൻ്റെ അവിടെ ഇപ്പം ഇത് ഈ കണ്ണക്കാലിലായിട്ടൊരു ചെറിയൊരു വലിയൊരു ഇത്തിരി വലിപ്പത്തിലായിട്ട് കുരു വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് പഴുത്ത് ഞാനിവിടെ വരുന്നതിനും അപ്പം അമ്മ എല്ലാ ദിവസവും ഓയിൽ പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. വരുന്നതിന് മുമ്പ് അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് അമ്മക്ക് ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ 2 തവണ സോഡിയം കുറഞ്ഞു പോയി വീണുപോയി. അപ്പോൾ ഇത് സോഡിയം കുറഞ്ഞ് വീണുപോയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കുളിക്കണ സമയത്ത് ഈ ഉത്തരീയം ഊരി വെച്ചിട്ടാണ് കുളിച്ചത്. അപ്പോൾ ഇത് ഇടാൻ മറന്നുപോയ സമയത്താണ് 2 പ്രാവശ്യവും അമ്മ തലയിറങ്ങി വീണത്. അപ്പോൾ അതെനിക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടായിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഇവൻ പറഞ്ഞതിൽ നോക്കിയാൽ ഉത്തരീയത്തിൻ്റെ സാക്ഷിക്ക് ഗംഭീര സാക്ഷ്യങ്ങളാണ് കേട്ടോ. ഹലാലിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമല്ല. പരമാവധി അങ്ങനെയുള്ള ഭക്ഷണം ഒഴിവാക്കുക. പിന്നെ അച്ഛൻ പറഞ്ഞില്ല, അതിൻ്റെ പരിഹാരം ഇതാണ്. ഒരു നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ അതുമ്പോൾ കുരിശ് വരയ്ക്കണം കേട്ടോ. പരമാവധി അത് ഒഴിവാക്കാൻ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ മാത്രം നിങ്ങൾ പിതാവിൻ്റെയും പിന്നെ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ഒന്ന് കുരിശ് വരച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലി, ഒരു രീതി, ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കുക. കുരിശ് വര 8ാമത്തെ കുദാശ എന്ന് പറയുക. ശരിക്കും അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ഒരു പ്രാർത്ഥനയാണ് കുരിശ് വരയ്ക്കുക. രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കാൻ പോകുമ്പോഴും പിന്നെ ഭക്ഷണം കാണുമ്പോഴൊക്കെ വെള്ളം കുടിക്കുമ്പോഴാണെങ്കിലും പിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈശോയെ ഇത് നീ വിശദീകരിക്കണേ, ആശീർവദിക്കണേ എന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ അച്ഛന്മാരാകുമ്പോൾ ആശീർവദിക്കാനായിട്ട് അവർക്ക് പറ്റും കേട്ടോ. എൻ്റെ പേര് ക്രിസ്റ്റി. ഞാൻ കണ്ണൂർ പേരാവൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് 9 വർഷമായിട്ട് എനിക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തായിരുന്നു. ഹോമിയോപ്പതി, ലേസർ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ പലതും ചെയ്തായിരുന്നു. മാറുന്നില്ലായിരുന്നു. പിന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ അത്ഭുത ജപമാല കൂടാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടി. എനിക്ക്
നീ അബുദാബിയിൽ ഇരുന്നിട്ടാണ് ഇത് കൂടാറ്? അതെ, അബുദാബി ഇരുന്നിട്ട് കൂടാറ്. ആര് പറഞ്ഞപ്പോൾ നീ ഇതറിഞ്ഞേ? എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടാണ്. എൻ്റെ ഭാര്യയും കൂടുമായിരുന്നു. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് കൂടിക്കൊണ്ടിരുന്നത്. അതല്ലേ. എത്ര നാളങ്ങനെ കണ്ടു സ്ഥിരം? ഞാൻ എല്ലാ ദിവസവും ഏകദേശം എല്ലാ ദിവസവും കൂടുമായിരുന്നു. റെക്കോർഡ് ഓരോന്നെടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. റെക്കോർഡും കാണുമായിരുന്നു. പിന്നെ 90 ദിവസം അടുപ്പിച്ചും കൂടിയിരുന്നു അല്ലേ? അപ്പം എപ്പോഴത് മാറി? പല പ്രാവശ്യം ഇഷ്ടംപോലെ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ, അച്ഛൻ പലതവണ വിളിച്ച് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വസിക്കുമായിരുന്നു. പിന്നെ എത്ര നാളായി മാറിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം ആറായി. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. 9 വർഷമായിട്ടുള്ള പൈൽസാണ് ഇത്. ഇവനിത് നിസ്സാരമൊന്നുമല്ല, ഇത് എത്രയോ ശക്തമായ പൈൽസായിരുന്നു. ഇവൻ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ലേസർ ട്രീറ്റ്മെൻറ്റ് അതൊക്കെ ചെയ്തിട്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പോൾ മനുഷ്യന്മാരെ ആശ്രയിച്ചു, അത് പരാജയപ്പെട്ടു. സ്വയം ആശ്രയിച്ചു, അത് പരാജയപ്പെട്ടു. പിന്നെ ദൈവാശ്രയത്തിലേക്ക് വന്നു, അത് ദൈവം രക്ഷിക്കുകയാണ് കേട്ടോ. വലിയ സൗഖ്യമാണ് കേട്ടോ മോനെ. അത്ഭുതം. ഇത് അച്ഛൻ വിളിച്ച് പറഞ്ഞായിരുന്നു ക്രിസ്റ്റിയോട് ഇവിടെ വന്നിട്ട് എൽറോഹയിൽ വന്നിട്ട് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞിരുന്നു. ക്രിസ്റ്റി എന്നാ നിൻ്റെ പേര്? അതെ. കേട്ടോ, ചില ക്രിസ്റ്റിയോട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു കണ്ടോ. പിന്നെ എനിക്ക് വിവാഹം കഴിച്ചിട്ട് 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ അച്ഛന് ജൂലൈയിലുള്ള അത്ഭുതജമാല വിളിച്ച് പറഞ്ഞായിരുന്നു 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പം എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. എത്ര മാസമായി? ഇപ്പം 2 മാസമായി. നല്ലൊരു കൈയോടി കൊടുത്ത് കണ്ടോ, മനസ്സിലായോ? 7 വർഷമായിട്ട് കൃത്യം അതുപോലെ തന്നെ വിളിച്ചു പറയാണ് അത്ഭുതജമാല. 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങൾ കൊടുക്കുന്നു കണ്ടോ. അതും അച്ഛൻ അതിന് ശേഷം പറഞ്ഞു ക്രിസ്റ്റി ഇവിടെ വന്നിട്ട് സാക്ഷ്യപ്പെടുത്താൻ വീണ്ടും പറഞ്ഞു എന്നോട്. അത് കുഞ്ഞുണ്ടാകുമ്പോൾ നീ വന്നോളട്ടെ, കൊച്ചിനെ കൊണ്ട്. പിന്നെ എൻ്റെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വരുന്നവരെ വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. മരുന്ന് മേടിച്ചുകൊണ്ടാണ് വന്നത്. ഇവിടെ വന്നതിന് ശേഷം ഒരു ഗുളിക കഴിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ. അച്ഛനെ വിളിച്ചു പറഞ്ഞോ വലുതും? ആദ്യത്തെ ദിവസം ഇവിടെ എങ്ങനെ വലുതും വിളിച്ചു പറഞ്ഞ് കേട്ടിരുന്നോ? ഗർഭിണിയെ കർത്താവ് അനുഗ്രഹിക്കുന്ന അച്ഛൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഭാര്യയുടെ കയ്യിൽ അരിമ്പാറ മാറി കിട്ടി അത്ഭുതജമാല പ്രാർത്ഥിച്ചതിലൂടെ. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് തലവേദനയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. പിന്നെ ദശാംശം കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ജോലി നൽകി അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ് കേട്ടോ. ഒരുപാട് അനുഗ്രഹങ്ങളാണ് കേട്ടോ. സ്നേഹമുള്ളവരെ, എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന അനേകം അത്ഭുതങ്ങളിൽ കുറേ അത്ഭുതങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഭൂതോച്ചാരണ വസ്തുക്കളാണ് എന്നത് നിങ്ങളിവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ദിവസവും കുറേ സാക്ഷ്യങ്ങളാണ് വോയിസ് മെസ്സേജായിട്ട് അല്ലാതെയും മറ്റ് ഇവിടുത്തെ ഏകദിന ബൈബിൾ കൺവെൻഷനിലും താമസമുള്ള ധ്യാനത്തിലും ആളുകൾ വന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുക. അതിലൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുള്ളത്. ഇത് കുറേ മക്കൾക്ക് ഇത് അറിയില്ല. ചിലരിതൊരു അന്ധവിശ്വാസമായിട്ട് കരുതുന്നവരുണ്ട്. പക്ഷേ അത് തെറ്റായ ധാരണയാണ്. ഇത് ബൈബിൾ അടിസ്ഥാനമാണ്, സഭ അംഗീകരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഭൂതോച്ചാരണ വസ്തുക്കളിൽ പെടുന്നതാണ് ഹന്നാവെള്ള, ഹോളി വാട്ടർ, അതുപയോഗിക്കുക. വിശുദ്ധീകരിച്ച എണ്ണ, അതായത് വെഞ്ചിരിച്ച ഒലിവെണ്ണ, ഒലിവ് ഓയിൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. മറ്റ് വെഞ്ചിരിച്ച കല്ലുപ്പ് വിതറിയിട്ടും അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. മറ്റ് വെഞ്ചിരിച്ച കുന്തിരിക്കം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. വെഞ്ചിരിച്ച തേൻ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. ഇതെല്ലാം വളരെ നല്ലതാണെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ദിവസവും നമ്മുടെ വീട് ഹന്നാവളം തെളിച്ച് ബന്ധന പ്രാർത്ഥന ചൊല്ലി ഹന്നാവളം തെളിച്ച് കുന്തിരിക്കം പുകയ്ക്കുന്നത് വളരെ നല്ലതാണ്. പാമ്പ് ശല്യം, എലിശല്യം, മൂട്ടശല്യം, ഇങ്ങനെ പല ശല്യങ്ങളും അസ്വസ്ഥതകളും, പല അടിക്കടി രോഗപീഠ എന്നും ഹോസ്പിറ്റലിൽ പോകുന്ന അവസ്ഥകളും മറ്റെല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും ഒരു നെഗറ്റീവ് എനർജി വിറ്റുപോകാത്ത സ്ഥലങ്ങൾ, പലതരത്തിലുള്ള പൈശാചിപിടകൾ, കൃഷിഭൂമി വിളവ് നൽകാത്ത അവസ്ഥ, ഇതൊക്കെ മാറിപ്പോൾ വെഞ്ചിരിച്ച കല്ലുപ്പ് ഒരു വൈദികനെ കൊണ്ട് നന്നായിട്ട് വെഞ്ചിരിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി നിങ്ങളുടെ വീടിന് ചുറ്റും പറമ്പിലും കോഴിക്കോടിൻ്റെ അവിടെയും കിണറ്റിലും ഇതൊക്കെ കൊണ്ടു ചെല്ലുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വെഞ്ചിരിച്ച എണ്ണ, അത് പ്രത്യേകിച്ച് ഒലിവ് എണ്ണ നിങ്ങളുടെ മുട്ടുവേദന, കാലുവേദന, ത്വക്ക് സംബന്ധമായ എല്ലാ രോഗങ്ങൾ, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ, ഹെർണിയ, ഫിസ്റ്റുല, ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം ബൈബിൾ അടിസ്ഥാനമാണ്, സഭ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കുന്തിരിക്കം പോക്കിലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഹന്നാവളത്തിൻ്റെ ഫലങ്ങളും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ധാരാളം ഉപയോഗിക്കും. അപ്പോൾ തന്നെ ഈ ഹന്നാവളം ധാരാളം കുടിക്കുന്നതും വെഞ്ചിരിച്ച തേൻ കഴിക്കുന്നതും കൈവിഷവും വിഗ്രഹാർപ്പിതം ഭക്ഷണത്തിലൂടെ നമ്മുടെ വയറ്റിൽ പോയ പല കാര്യങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന മാനസിക, ശാരീരിക മറ്റ് അസ്വസ്ഥതകൾ, പൈശാചിക പീഡകൾ, രോഗപീഠകൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ പീഡകളും വിട്ടുപോകാൻ ഇങ്ങനെയുള്ള വെഞ്ചിരിച്ച തേൻ 2 സ്പൂൺ കാലത്തും വൈകിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്നതും ഹന്നാവെള്ളം ധാരാളം കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇതൊക്കെ ഒത്തിരിയേറെ ഭൂതോച്ചാടകരായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള എക്സോസിസ്റ്റ് പറയുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഫാദർ ഗബ്രിയേൽ അമോൽത്ത് സഭ അംഗീകരിച്ചുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ പുസ്തകത്തിലൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് അച്ഛൻ പറയുക. അതും നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ അത് ഉപയോഗിക്കുക. അതിൻ്റെ അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും കിട്ടുമ്പോൾ എൽറുഹയ്ക്ക് അത് വിളിച്ചറിയിച്ച് സാക്ഷ്യപ്പെടുത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്.
വൈദികർക്ക് വേണ്ടിയുള്ള ധ്യാനം സെപ്റ്റംബർ 21 തൊട്ട് 26 വരെ വൈദികർക്ക് വേണ്ടിയുള്ള ധ്യാനം ഉണ്ടെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെ ഒത്തിരി പേര് കൗൺസിലിങ്ങിനാണ് ഓടി വരിക. അതുകൊണ്ട് തന്നെ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കൗൺസിലിംഗ് ശുശ്രൂഷ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കാണ് ആ സൗകര്യം ലഭിക്കുക. ഓഫീസിലേക്ക് വിളിച്ച് മുൻകൂട്ടി ബുക്കിംഗ് എടുത്ത് അവർ പറയുന്ന സമയത്ത് തന്നെ പരമാവധി എത്താനായിട്ട് നോക്കുക. അങ്ങനെ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഇവിടെ എല്ലാ ചൊവ്വയും ബുധനും എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ കൗൺസിലിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇവിടെ വന്നുകൊണ്ടുള്ള കൗൺസിലിംഗ് ആണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഫോണിലൂടെയുള്ള കൗൺസിലിംഗ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഫോണിംഗ് കൗൺസിലിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. വ്യാഴാഴ്ച ഇന്ത്യയിലുള്ള മലയാളികൾക്കാണ് ഫോണിംഗ് കൗൺസിലിംഗ് സൗകര്യം ഉണ്ടായിരിക്കുക. വെള്ളിയാഴ്ച വിദേശത്തുള്ള മലയാളികൾക്കാണ് ആ സൗകര്യം ഉണ്ടായിരിക്കുക. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഇനിയും ഇതിനെപ്പറ്റി അറിയാത്തവരൊക്കെ ഉണ്ട്. അവരൊക്കെ നിങ്ങളിത് അറിയിക്കണം എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, സ്നേഹമുള്ളവരെ, ഈ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ താല്പര്യമുള്ളവരെ പ്രത്യേകമായിട്ട് അച്ഛൻ ക്ഷണിക്കുക. നമ്മുടെ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി ഈ എൽറുഹ ധ്യാന ശുശ്രൂഷകൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ അത് 3 ഗ്രൂപ്പാണ്. 1 ഇവിടെ വന്നിരുന്ന് മധ്യസ്ഥം വയ്ക്കുന്ന ഒരു ഗ്രൂപ്പാണ്. 2 വീട്ടിലിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. 3 റാഫേലച്ചന് വേണ്ടി എനിക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ വീട്ടിലിരുന്ന് മധ്യസ്ഥം വഹിക്കുന്നവർ ഒരു 4 ജപമാലയും ഒരു കുരിശിൻ്റെ വഴിയും 20 മിനിറ്റ് സമയം സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എൽറുഹ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവർ പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇവർ പറയും. അതനുസരിച്ച് 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ കാലത്ത് വന്ന് വൈകിട്ട് പോകുന്ന രീതിയിലോ നിങ്ങൾക്ക് ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരാവുന്നതാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 2 ഗ്രൂപ്പുകാരും ഇവിടെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ച് പറയുക. ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ വീട്ടിലിരുന്ന് മധ്യസ്ഥം വഹിക്കാം, എൻ്റെ പേര് ഇന്നതാണ്, എൻ്റെ ഫോൺ നമ്പർ ഇതാണ്, ഇങ്ങനെ പേര് കൊടുക്കുക. അപ്പോൾ അവർ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അവരെ നിങ്ങളെ ആഡ് ചെയ്യും. അങ്ങനെ ഇൻ്റർസെഷൻ ഗ്രൂപ്പിൽ നിങ്ങളെ അംഗത്വം നേടിക്കൊണ്ട് പിന്നെയുള്ള നിർദ്ദേശങ്ങൾ ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അതുപോലെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവരും ഓഫീസിലേക്ക് വിളിച്ച് പറയുക. അവർ നിങ്ങളുടെ നമ്പർ അവിടെ എഴുതി വയ്ക്കും, നോട്ട് ചെയ്യും. അവർ നിങ്ങളുടെ ആവശ്യത്തിന് വിളിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയുക, ഇങ്ങോട്ട് ഞാൻ ഈ ഒരു 4 ദിവസം വന്ന് മധ്യസ്ഥം വഹിക്കാൻ താല്പര്യമുണ്ട്, അവിടെ വരട്ടെ എന്ന് ചോദിച്ചിട്ട് ഇവിടുന്ന് അനുവാദം കിട്ടിയതിന് ശേഷം വരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി കാലത്ത് വന്ന് വൈകിട്ട് പോകുന്ന രീതിയിൽ വരാൻ താല്പര്യമുള്ളവർ അങ്ങനെ പറയണമെന്നില്ല. അവർ വരിക, ഇവിടെ ഓഫീസിൽ വന്ന് കോൺടാക്റ്റ് ചെയ്ത് കാലത്ത് വന്ന് മധ്യസ്ഥ പ്രാർത്ഥന അത് മാത്രമാണ് ലക്ഷ്യം, വേറെ ഒന്നിലേക്കും കടക്കരുത്. വരുന്നു, മധ്യസ്ഥം വഹിക്കുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. മറ്റൊന്ന്, അച്ഛന് വേണ്ടി എനിക്ക് വേണ്ടി റഫേലച്ചന് വേണ്ടി പ്രത്യേകമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം എന്നുള്ള ശക്തമായൊരു മെസ്സേജിൻ്റെ പേരിൽ അച്ഛൻ പ്രാർത്ഥനാ സഹായം നിങ്ങളോട് ചോദിക്കുകയാണ്. ഈശോ പോലും ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ 1 മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ പ്രാർത്ഥനാ സഹായം ചോദിച്ചതുപോലെ അച്ഛൻ നിങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയാണ്. എനിക്ക് വേണ്ടി, അച്ഛൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി, ആരോഗ്യത്തിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ശുശ്രൂഷ ചെയ്യാൻ, ഞാൻ വായി തുറക്കുമ്പോൾ വചനം ലഭിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ അന്നത്തെ വിശ്വാസികളോട് അപേക്ഷിച്ചതുപോലെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ സാധിക്കുന്നവർക്ക് 1 ജപമാല, കണ്ടമാനം രാവിലോട്ട് വൈകിട്ട് വരെ ഇരിക്കേണ്ടതില്ല, 1 ജപമാല, പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വരിക. അവരും ഈ ഓഫീസിലേക്ക്, എൽറുഹയുടെ ഓഫീസിലേക്ക് വിളിച്ച് പേര് കൊടുക്കുക, പേരും വാട്സപ്പ് നമ്പർ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ആഡ് ചെയ്യും. എല്ലാ ദിവസവും 1 ജപമാല നിഷ്ഠയോടെ അച്ഛൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പാണത്. മറ്റുള്ള കാര്യങ്ങൾ ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ലഭ്യമായിരിക്കും എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് നമ്മളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, സ്നേഹമുള്ളവരെ, ഈ എൽറുഹ ധ്യാന കേന്ദ്രത്തെ എന്നും സഹായിച്ചുകൊണ്ടിരുന്നത് ഒരു ബെനഫാക്ടേഴ്സ് ഗ്രൂപ്പ്, പലരുടെയൊക്കെ ദശാംശം അവർ ഓരോ മാസത്തെ മാറ്റിവെച്ച് അങ്ങോട്ട് അയച്ചു തന്ന് അങ്ങനെയാണ് ഈ ധ്യാന കേന്ദ്രത്തെ ദൈവം ഒത്തിരിയേറെ പലരും പല രീതിയിൽ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ വീണ്ടും അച്ഛൻ്റെ പ്രാർത്ഥനാ സഹായവും സാമ്പത്തിക സഹായം ചോദിക്കുകയാണ്. നിങ്ങൾ ഈ ധ്യാന സെൻ്ററിനെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നവരൊക്കെ മുന്നോട്ട് വരിക. നിങ്ങളുടേതായൊരു ദശാംശം മാറ്റിവെച്ച്, അത് എത്ര ചെറുതാവാം എത്ര വലുതാവാം അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കുക. സന്തോഷത്തോടെ ദശാംശം കൊടുക്കാനാണ് പറയുക. അപ്പോൾ ദൈവ ശുശ്രൂഷകളെ ദശാംശം കൊടുത്ത് സഹായിക്കുക. ദശാംശത്തിൽ പ്രാധാന്യത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ ശുശ്രൂഷകൾ സ്ഥിരം കാണുന്നവർക്കറിയാം, ദശാംശ കടം അത് വലിയൊരു ഉത്തിരിപ്പ് കടമായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട പദവാരോഹരി, ദേവാലയത്തിന് കൊടുക്കേണ്ട പദവാരോഹരി കൊടുക്കണം ദൈവ ശുശ്രൂഷകൾക്ക്. അല്ലെങ്കിൽ അതൊരു വലിയൊരു തടസ്സമായി പല രീതിയിലും നമുക്കത് നിങ്ങളേറെ തേടി ലഭിച്ചതോ അല്പം മാത്രം, നീ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതിപ്പറത്തി എന്നാണ് ഹഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുക. നമ്മൾ കുറേ ഉണ്ടാക്കാൻ കാരണം ഇതാണ്. കാരണം എഴുതി വെച്ചിരിക്കുക, ഹഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭവനത്തെ പറ്റി വ്യഗ്രത കാണിക്കുമ്പോൾ കർത്താവിൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ടാണെന്നാണ് പറയുക. കർത്താവിൻ്റെ ആലയം, ഹൗസ് ഓഫ് ഗോഡ്, ദൈവഭവനം, സുവിശേഷ വേല, മിഷൻ പ്രവർത്തനം, അതിന് നമ്മെ സഹായിക്കണം.
അതുകൊണ്ട് തന്നെ അങ്ങനെ ദശാംശം കൊടുക്കണമെന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക. ഈ സെൻറ്ററിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വരിക. അങ്ങനെ ആ ബെനഫാക്ടേഴ്സ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടേക്ക് ഓഫീസിലേക്ക് വിളിച്ച് പറയുക. അപ്പോൾ ഒരു ബെനഫാക്ടേഴ്സ് ഗ്രൂപ്പ്, ഇതിനെ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും, നിങ്ങൾ പേര് ചേർക്കും. വേറൊന്നുമില്ല, നിങ്ങളുടേതായ ഒരു ദശാംശം എല്ലാ മാസമോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ ഈ സെൻറ്ററിലേക്ക് അയച്ചു തരിക എന്ന് മാത്രമേ അതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. മറ്റു രീതിയിലുള്ളത് ഇനിയിപ്പോൾ ചിലർക്ക് ആ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ സാമ്പത്തികമായ സഹായം താല്പര്യമുള്ളവർ ഇവിടുത്തെ അക്കൗണ്ട് നമ്പറൊക്കെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടേക്ക് വിളിച്ചു നോക്കുകയോ മറ്റു ചെയ്ത പല രീതിയിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ ആ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് പണം അയച്ചുകൊണ്ട് ഇതിനെ സാമ്പത്തികമായിട്ട് സഹായിക്കാവുന്നതാണ് എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക. എന്തെങ്കിലും പണം അയച്ചിട്ട് പോകുന്നില്ല, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓഫീസിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അവർ മറ്റു കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇവിടുത്തെ ഒത്തിരിയേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ സാമ്പത്തികമായി സഹായിക്കാൻ എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. നമുക്ക് ഈശ്വരസനയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് വിശുദ്ധ അന്തോണീസിനോട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ സമർപ്പിച്ച് നമ്മെപ്പോലെ വേദന അനുഭവിക്കുന്നവരെല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയേ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. കൂപ്പു കൈക്കുറുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും നല്ല ശരണവും എപ്പോഴും എന്നേക്കും. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസിനങ്ങ് ഞങ്ങളുടെ എല്ലാ വിപൽസന്ധികളിലും ആശ്രയവും സഹായം ഉറപ്പുള്ള മധ്യസ്ഥനായി നൽകിയല്ലോ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും ശരണത്തോടും കൂടെ ഞങ്ങൾ ആ വിശുദ്ധൻ്റെ സഹായം തേടി വന്നിരിക്കുന്നു. വിശുദ്ധ അന്തോണീസിൽ വിളങ്ങിയിരിക്കുന്ന ദൈവിക പുണ്യങ്ങളെ ഞങ്ങൾ നിറയുവാനും ആ വിശുദ്ധനിൽ പ്രശോഭിച്ചിരിക്കുന്ന സാൻമാർഗിക പുണ്യങ്ങൾ അനുകരിക്കാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹമക്കളും ഉണ്ണീശോയുടെ വിശ്വസ്ത ശുശ്രൂഷകരുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരവധി അപേക്ഷകൾ അസംഖ്യങ്ങളുമാകുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അപേക്ഷകളും നമ്മുടെ ആവശ്യങ്ങൾ പറയാം. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തൃക്കരങ്ങൾ കൂടി ഉണ്ണിയേശുവിനും ദൈവപിതാവിനും ഞങ്ങൾ വിനയപൂർവ്വം സമർപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ സുവിശേഷ സുഹൃത്തുക്കളാ ക്രിസ്തീയ പരിപൂർണത പ്രാപിച്ച വിശുദ്ധ അന്തോണീസെ, ഭൗതിക വ്യാമോഹങ്ങളും ശാരീരിക ദുർമോഹങ്ങളും ജീവിക്കുന്ന ഞങ്ങൾക്ക് ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കാൻ ആവശ്യമായ പ്രകാശത്തിനും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളാ നിറഞ്ഞവനായ വിശുദ്ധ അന്തോണീസെ, ഈ സുഹൃത്തുക്കളാ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥം തേടി വരുന്ന ദുഃഖിതർക്കും പീഡിതർക്കും വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരെ സംതൃപ്തനാക്കുന്ന വിശുദ്ധ അന്തോണീസേ, നിരവധിയായ ആവശ്യങ്ങളും അനവധിയായ യാചനകളുമായി ആശയോടെ അങ്ങേ പക്കൽ ഓടി വരുന്ന ഞങ്ങളെ കൈവിടരുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്യാസ ഭവനത്തിന്റെ ഏകാന്തത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഏറ്റവും എളിയ ജോലികൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത് സഹോദരങ്ങൾക്ക് സന്തോഷവും സേവനം അർപ്പിച്ച വിശുദ്ധിയിൽ ഔന്നത്യത്തിലെത്തിയ വിശുദ്ധ അന്തോണീസെ, ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവത്തിൻ്റെ ഇഷ്ടവും സഹോദരങ്ങളുടെ നന്മയും ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അത്ഭുത പ്രവർത്തനത്താൽ
സുപ്രസീധനം വിശുദ്ധനേ പതുവായിലെ അന്തോണിയെ പാരീതിൽ കൃപ ചൊരിയണേ. ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാം കരങ്ങളാലേ നിന്നിലെ അനുഗ്രഹങ്ങൾ മണ്ണിലെന്നും പൊഴിക്കണേ. വിശുദ്ധ അന്തോണീസെങ്കിലും മാധ്യസ്ഥനായി അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ദയാപുറം കടാക്ഷിക്കണമേ. യേശുവിൻ്റെ വാക്കാൽ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. സ്വാർത്ഥതയും പകയും വിദ്വേഷവും വെറുപ്പും അസൂയയും മാത്സര്യബുദ്ധിയും വെടിഞ്ഞ് യേശു കാണിച്ചു തന്ന പാതയിലൂടെ നടക്കാനങ്ങ് ഞങ്ങൾക്ക് വഴികാട്ടിയാണമേ. മറ്റുള്ളവരിൽ യേശുവിൻ്റെ മുഖം കാണുവാനും ദൈവസ്നേഹത്തിലേക്ക് അവരെ അടുപ്പിക്കാനും ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന സഹായം അറിയിക്കുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങ് മധ്യസ്ഥനായിരിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നാമോചിതമാണമേ. രാജ്യം വേണമേ. തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നിറഞ്ഞ മറിയമേ, സ്വസ്തികൾ താവിങ്ങിലൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസേ, അങ്ങയിൽ പ്രശോഭിച്ചിരിക്കുന്ന ദൈവസ്നേഹവും ജീവിത വിശുദ്ധിയും വഴി സഹോദരങ്ങൾക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള അമൂല്യവരങ്ങളാ ദൈവം അങ്ങയെ സമ്പന്നനാക്കിയല്ലോ. അങ്ങയുടെ ജീവിത വിശുദ്ധിയിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ മാധ്യസ്ഥത തേടി വന്നിരിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന ആധ്യാത്മിക ശാരീരികമായ എല്ലാ അനുഗ്രഹങ്ങളും വിശുദ്ധ അന്തോണീസേ അങ്ങയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. പാപത്തിൽ നിന്ന് ജീവിക്കാനും എല്ലാ ദുഷ്ടാരൂപിയുടെ ശക്തിയിൽ നിന്ന് മോചിതരാകുവാൻ ഞങ്ങൾ നീ സഹായിക്കണമേ. ക്ഷുദ്രജീവികളാക്കുന്ന രക്ഷ നേടുവാനും കാണാതെ ഉപയോഗ വസ്തുക്കൾ കണ്ടുകിട്ടാനും ഞങ്ങളെ നഷ്ടപ്പെട്ട് വീണ്ടെടുക്കാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ശാരീരിക മാനസിക ആധ്യാത്മികമായ എല്ലാ അസ്വസ്ഥതയും ഞങ്ങളെ നീ മോചിപ്പിക്കണമേ. ദൈവത്തിൻ്റെ മനസ്സിന് വിധേയമായി ദൈവപരിപാലനെ വിശ്വാസം അർപ്പിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകണമേ. ആകുലതയും ആശയങ്ങൾ കൂടെ ജീവിക്കാനും നിത്യജീവിതത്തിൽ അങ്ങയോടുകൂടെ പങ്കുചേരുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ പ്രാർത്ഥനകളും യാചനകളും ഞങ്ങൾക്ക് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി നൽകണമെന്ന് പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശ്വരസനിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മൾ വചനം ഏറ്റുപറഞ്ഞ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മത്തായി 6:31 മുതലുള്ള തിരുവചനം ഏറ്റുവന്ന് പ്രാർത്ഥിക്കാം. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. ഇരു കരങ്ങളെത്തുന്ന സുധിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി എല്ലാവരും സുധിച്ച് പ്രാർത്ഥിച്ചേ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുകയും ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് കരം ഉയർത്തി എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആകുലതെല്ലാം മാറിപ്പോട്ടെ.
ആകുലനാകരുതേ മകനെ. നമ്മുടെ എല്ലാ ആകുലങ്ങളും ഉൾക്കണ്ടകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സകല തടസ്സങ്ങളും മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബന്ധന അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അന്തോണിസിന്റെ നൊവേനയും നമ്മൾ സമർപ്പിച്ച ആവശ്യങ്ങള്, ജപമാലയും നമ്മൾ സമർപ്പിച്ച ആവശ്യങ്ങള്, ഈ ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുക. എല്ലാവരും പരിശുദ്ധാത്മാവ് എന്ന വലിയൊരു അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കുന്നു. അത്യുന്നത ശക്തി പ്രകടമാകാത്ത നമ്മുടെ ദുഃഖത്തിന്റെ കാരണം ഭാഷയുള്ള ഭാഷാത്തിൽ സ്തുതിച്ചേ, വിളിച്ചേ 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കി കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാകും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്ത്. കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ചു. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ശബ്ദം ഉയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വിട്ടുപോട്ടെ, കണ്ണുകൾ അടച്ചുകൊണ്ട് സ്തുതിച്ചു. അമലോൽപ്പം പറയുമ്പോ മാലാഖമാരെ മുഖ്യ ദൂതന്മാരെ സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ ഞങ്ങളിലേക്ക് കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ആരൊക്കെ എപ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അവരിലേക്ക് ഇറങ്ങണം. ഞങ്ങളെ ശക്തിപ്രദന സഹായികളെ രൂപാന്തരപ്പെടുന്ന തിരുവനന്തപുരത്താൻ കഴിയണമേ. സകല ശുദ്ര മന്ത്രവാദ ആവിചാര ഗുണോത്ര ദുഷിദോഷം ആചാര്യ വീടുള്ള ബാധകള് ഞങ്ങളുടെ കുടുംബത്തിലും കൂട്ടായ്മയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ദൂരന് പാപകരമായ സകലതും അസൂയ ചതിയും വന്ദന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോകട്ടെ. സർവ്വശക്തനായ ദൈവത്തിന്റെ സത്യ രക്ഷകനായ യേശു നാമത്തില് പരിശുദ്ധ കന്യാവിന്റെ സത്യരും മധ്യസ്ഥാനം മികാർ അപായ ഉപരിയും മലാമാട് ശക്തമായ സാന്താൻ സംരക്ഷണത്താലും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തില് വ്യക്തിജീവിത സമൂഹത്തിലെ എല്ലാ ദ്രമങ്ങളും വെള്ളത്തിലും വായുവിലും മാനസിക ശാരീരിക ആത്മീയമുള്ള മാനസിക പ്രാചീന പൈശാചികമുള്ള സകല ബന്ധനങ്ങളും മൂന്നിട്ട് പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന് മന്ത്രി പതിനെ ശ്രദ്ധിക്കുക. സകലവിധ പ്രകൃതിക്ഷോഭ ഇടിവിന് ഇടിവിട്ട് നാശനഷ്ടങ്ങള് കലകളും പ്രശ്നങ്ങളും പ്രതിസന്ധികള് ജടികാ ദിവ്യാസ് ഗോപാസത്ത് ഭക്ഷണാസക്തി സ്വയംഭോഗം സ്വർഗഭോഗം തെറ്റായ ബന്ധങ്ങളും സ്നേഹങ്ങളും വ്യഭിചാര ദുർബോധ അഹങ്കാര അസൂയ അലസം മോഹം കോപം കൊതി വിവാദം അനാഥം കോടതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തയും ബാഹ്യങ്ങൾ ചെറുതൊരു രോഗപ്പെടുകള് അമിതമായ ഭയം ദുഃഖം നിരാശ ഉപകർഷണബോധം കുറ്റമായി ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ സുഖിച്ച് പ്രാർത്ഥിക്കാൻ മദനം വായിക്കാൻ തടസ്സങ്ങള് രോഗശാന്തി തടസ്സങ്ങള് സന്ദേശങ്ങൾ കിട്ടാനുള്ള തടസ്സങ്ങള് വാഗ്ദാനങ്ങൾ കിട്ടാനുള്ള തടസ്സങ്ങള് ശുദ്ധിജീവികളുടെ ആക്രമണ എനിക്കൊരു ആംപ്ലിഫാ ശുശ്രൂഷകൾക്ക് അപവാദ ഭദ്ര ദുഷ്മന കൂടിയാലോ എന്ന് അതിന്റെ പിന്നിൽ എല്ലാ സാധാരണ ശക്തികളെയും ദുഷ്ടശക്തികളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഈശോയുടെ കുരിശിൽ ആട്ടിപ്പായിക്കുന്നു. കൂട്ടായ്മയിലോ ഈ ധ്യാനിക്കുന്നതിലോ ധ്യാന സെന്ററിലോ പുറത്തു വന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. ആലുലിയ 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 83 സങ്കീർത്തന അഭിഷേകം തരണമേ കർത്താവേ.
കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കുന്ന ദൈവമേ. 83-ാം സങ്കീർത്തനത്തിൽ അഭിഷേകം നിറയട്ടെ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകാൻ വേണ്ടി ഇരു കരങ്ങളും സ്വർഗ്ഗത്തോളം ഉയർത്തിപ്പിടിച്ചൊന്ന് വിളിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങളടിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് കരങ്ങളടിച്ച്. ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടൽ മീതെ കൈനീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. ചെങ്കടൽ മീതെ കൈനീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ചു. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. പ്രശ്നങ്ങൾ മാറിപ്പോട്ടെ, തർക്കങ്ങൾ കലകൾ മാറിപ്പോട്ടെ, ജീവിത ആഗ്രഹങ്ങൾ വിട്ടുപോട്ടെ, തടസ്സങ്ങൾ മാറിപ്പോട്ടെ. നമ്മളായിരിക്കുന്ന രാജ്യങ്ങളെ സമർപ്പിക്കുന്നു, സഭയിൽ പരിശുദ്ധാത്മ നിറയട്ടെ. എല്ലാവരും സുഖിച്ച് പ്രാർത്ഥിക്കുക. പോരാ ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. സ്വസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഷിയാരിയ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ സ്തുതിക്കുക. ഷിയാരിയ പരിശുദ്ധാത്മാ നിറയുന്നവരെ സ്തുതിക്കുക. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഈ ജപമാലയിലും നൊവേനയിലും സമർപ്പിച്ച നിയമങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ശക്തമായി സ്തുതിക്കുക. കൊച്ചുകുട്ടികളും പ്രായമായവരും ഇത് കിടന്നുകൊണ്ട് കാണുന്നവരെല്ലാം ശക്തമായി സ്തുതിച്ചേൻ. ക്യാൻസർ രോഗികളെല്ലാം സ്തുതിക്കുന്നു. ശിരിരിരിരിരിൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിരിരിരി. പ്രോസ്റ്റേറ്റ് ക്യാൻസറുള്ള ഡേവിഡ് എന്ന മകന് കർത്താവ് സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. 4 വയസ്സുള്ളൊരു കുട്ടിയുടെ അഡിനോയിഡ് കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. ഡോക്ടേഴ്സ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണെന്ന് ഈശോ കാണിക്കുന്നു. ശമ്പള തടസ്സം മാറ്റി കർത്താവ് ഒരാളെ അനുഗ്രഹിക്കുന്നുണ്ട്. ദശാംശം കൊടുക്കാൻ കർത്താവ് ആ വ്യക്തിക്ക് സന്ദേശം നൽകുകയാണ്. എല്ലാവരും ദശാംശം കൊടുത്ത് ദൈവശുശ്രൂഷകളെ സഹായിക്കാൻ ഈശോ പറയുന്നു. സന്തോഷ് എന്ന മകൻ്റെ വേരിക്കോസ് വെയിൻ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. തൊരപ്പൻ്റെ ശല്യം കർത്താവ് എടുത്ത് മാറ്റി ഒരു കുടുംബത്തെ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സൗമ്യ എന്ന മകളോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. മോണയിൽ നിന്ന് എപ്പോഴും രക്തം വരുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. എന്ത് ഭക്ഷണം കഴിച്ചാലും ലൂസ് മോഷൻ വരുന്നൊരു വ്യക്തിയെ കാണിക്കുന്നു. പുറമേ നിന്ന് ഒത്തിരി വിഗ്രഹാർപ്പിത ഭക്ഷണം ഹലാൽ ഭക്ഷണമായും കഴിക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുകയാണ് ആ വ്യക്തിയോട് വെഞ്ചരിച്ച തേനും വെഞ്ചരിച്ച ഒലിവ് ഓയിലൊക്കെ കഴിക്കാൻ ഈശോ പറയുന്നു. എന്നിട്ട് വിശ്വാസമാണ് ചൊല്ലി പ്രാർത്ഥിക്കുക. സൗഖ്യം കിട്ടിയത് ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇക്കിട്ടം വരുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു മകൻ സെക്കൻഡ് ഹാൻഡായി കിട്ടിയ വാഹനം വെഞ്ചരിക്കാതെ ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒപ്പം തന്നെ ആക്സിഡൻറ്റ് സംഭവിച്ചതായിട്ടും കാണിക്കുന്നു. ആ വ്യക്തിയോട് ആ വാഹനം വെഞ്ചരിക്കാൻ ഈശോ പറയുന്നു. ഷിയാരിയ
6 മാസമായി ശരീരത്തിൽ നിന്ന് മഞ്ഞപ്പിത്തം മാറാതെ വിഷമിക്കുന്ന ഒരു മകന് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സ്മെല്ല് അറിയാൻ പറ്റാത്ത ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശക്തമായ മൈഗ്രെയിൻ തലവേദനയുള്ള പഠനമുറിയിൽ മദ്യക്കുപ്പികൾ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഒരു മകളോട് അത് എടുത്തു മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ശക്തമായ വായനാറ്റുള്ള ഒരു സഹോദരിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 2ാം വിവാഹം കഴിഞ്ഞ് 3 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ഒരു മകൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹാലേലിയ ഹാലേലിയ ഹാലേലിയ. ഹാർട്ടിൻ്റെ വാൽവിന് ബുദ്ധിമുട്ടുള്ള 7 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശക്തമായ ജലദോഷം തുമ്മലുള്ള സ്റ്റെഫി എന്ന മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. IVF ചെയ്തിട്ടുള്ള ഇപ്പോൾ ഡിവോഴ്സിന് വേണ്ടി ഒരുങ്ങുന്ന ദമ്പതികളോട് ഈ കാര്യം അനുദപിച്ച് കുമ്പസാരിക്കാനും എത്രയും പെട്ടെന്ന് എൽറുഹയിൽ വന്നൊരു താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുക്കാനും കർത്താവ് സന്ദേശം തരികയാണ്. IVF ചെയ്യരുതെന്ന് കർത്താവ് എല്ലാവർക്കും സന്ദേശം തരികയാണ്. കാലിൽ കറുത്ത ചരട് കെട്ടിയിരിക്കുന്ന ഒരു മകളോട് അത് പൊട്ടിച്ച് കളയാൻ കർത്താവ് സന്ദേശം തരിക. എല്ലാവരും ശക്തമായി സ്തുതിക്കുക കേട്ടോ. ശരി കരഞ്ഞ് പ്രാർത്ഥിക്കുക, നിലവിളിച്ച് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഹാലേലിയ ഹാലേലിയ ഹാലേലിയ. രാത്രിയിലെ ശ്വാസതടസ്സം വരുന്നൊരു മകളോട് വീട്ടിലും റൂമിലും ഇരിക്കുന്ന ഈ മരിച്ചുപോയവരുടെ വസ്തുക്കൾ, അവരെ സ്ഥിരം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ എടുത്ത് മാറ്റാൻ, നശിപ്പിച്ച് കളയാൻ കർത്താവ് സന്ദേശം തരികയാണ്. രാജീവ് എന്ന മകനോട് കയ്യിലെ നവരത്നമോതിരം അഴിച്ചു മാറ്റാൻ കർത്താവ് സന്ദേശം തരുന്നു. ഡൗൺ സിൻഡ്രോം ഉണ്ടാകുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു ഗർഭസ്ഥ ശിശുവിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. സൈനസൈറ്റിസ് രോഗമുള്ള 4 പേർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു കൈ തളർന്നു പോയൊരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന് റെസ്റ്റിലായിരിക്കുന്ന ബിജു എന്ന മകനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. വിദേശത്ത് മരിച്ച ഒരു വ്യക്തിയുടെ വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ ഡ്രസ്സുകളും ചെരുപ്പ്, ബ്രഷ്, വേസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ടോർച്ച്, വാച്ച്, ഇങ്ങനെയൊക്കെ അതെല്ലാം മരിച്ചവരുടേതായ ഈ രീതിയിലുള്ള വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചൊരു വീട്ടുകാരുടെ അതെല്ലാം എടുത്തു മാറ്റി അതെല്ലാം ഒഴിവാക്കി ആ വീട് വെഞ്ചരിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. ഹാലേലിയ ഹാലേലിയ. ESR കൂടുതലുള്ള വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സിസ്റ്റർ റോസ്മരിയയെ കർത്താവ് അനുഗ്രഹിക്കുന്നതാണ് കാണിക്കുന്നു. ശരീരത്തിലെ ഗുരുതരമായ തീപ്പൊള്ളലേറ്റ കണ്ണിന് കാര്യമായ ബുദ്ധിമുട്ട് വന്നൊരു വ്യക്തിയെ കാണിക്കുകയാണ്. ഈ വ്യക്തി കഴുത്തിൽ ഒത്തിരിയും ധരിച്ചിട്ടില്ല എന്ന് ഈശോ കാണിക്കുന്നു. ഒത്തിരിയും ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഷിൻസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. പിത്താശയത്തെ കല്ല് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശരി എപ്പോഴും തലയിടിച്ച് വീഴുന്നൊരു കുട്ടിയുടെ കഴുത്തിൽ ഒത്തിരിയും ധരിപ്പിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. മാണി എന്നൊരു പേര് തരുന്നു. മാണി ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ഐവിൻ്റെ ജോലി മേഖലയിൽ കർത്താവ് ഇടപെടുന്നു. ബ്രസ്റ്റിന് നീർക്കെട്ടുള്ള മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അലർജി മൂലം ശ്വാസമുട്ട് വരുന്ന 8 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സിനി എന്ന മകളോട് ലഭിച്ച അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ സിനിക്ക് കർത്താവ് സന്ദേശം തരികയാണ്. ഹാലേലിയ ഹാലേലിയ ഹാലേലിയ. ജോലിക്ക് വേണ്ടി അബോർഷൻ ചെയ്യാൻ ഒരുങ്ങുന്നൊരു മകളോട് അത് ചെയ്യരുതെന്ന് കർത്താവ് സന്ദേശം തരുന്നു. ശക്തമായ ബോഡി പെയിൻ, കഴുത്തുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ദൈവവിളി തടയരുതെന്നും ദൈവവിളി പ്രോത്സാഹിപ്പിക്കാനും കർത്താവ് എല്ലാവർക്കും സന്ദേശം തരികയാണ്. നിങ്ങളുടെ മക്കളുടെ ദൈവവിളിയും തടയരുതെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. 12 വയസ്സോളം പ്രായമുള്ള സംസാരിക്കാൻ കഴിയാത്തൊരു പെൺകുട്ടിക്ക് സംസാരിക്കാനുള്ള കൃപ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വായ്പുണ്ണ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തലമുടി മുടി കൊഴിച്ചിൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പല്ലുവേദനയുള്ള ഒരു പ്രാർത്ഥിച്ചോ പല്ലുവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വലത്തെ കാലിൻ്റെ മുട്ടിന് താഴേക്ക് തളർച്ച, വേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മിന്നു എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായി പ്രാർത്ഥിക്കാനും സന്ദേശം തരുന്നു. ട്രീസ ഈ പേര് ഈശോ തരുന്നു. ചെറിയാൻ എന്ന പേര് തരുന്നു. ബേബി എന്ന പേരുകൾ ഈശോ തരുന്നു. ഇവരൊക്കെ ശക്തമായി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. അവരെയൊക്കെ ദൈവം സ്പർശിക്കുന്നുണ്ട്. ശരി. വിഗ്രഹാർപ്പിത ഭക്ഷണം വാങ്ങി കഴിക്കുന്ന മക്കളോട് അത് അവസാനിപ്പിക്കാൻ ഈശോ സന്ദേശം തരുന്നു. നീരിറക്കം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ആക്സിഡന്റ് ആയി നട്ടിലിന് ക്ഷതമേറ്റ ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മൂക്കിലെ ദശ വളർന്ന ഒരു മകന് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചുമ 4 മക്കൾക്ക് ചുമ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കഫകെട്ട് കഫകെട്ട് മൂലമുള്ള ശ്വാസം കിട്ടാത്ത അവസ്ഥ 2 മക്കൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ തലവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. തലയിൽ ബ്ലഡ് ക്ലോട്ടായിട്ട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഓർമ്മക്കുറവ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിവാഹ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. മൊബൈൽ അഡിക്ഷൻ 6 പേർക്ക് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഇടത്തെ കൈയുടെ ഷോൾഡറിൽ ഷോൾഡർ വിട്ടുപോകുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പട്ടി കടിച്ച ഒരു മകന് ആ മേഖലയിൽ ആന്തരിക ശാരീരിക സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഭയം എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ജോർജ്, ആലീസ്, ശോഭന ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വെറുപ്പിന്റെ മേഖലയുള്ള മക്കളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക പറയുക. ക്ഷമിക്കാനുള്ള കൃപയും ചിലർക്ക് ദൈവം ഈ അത്ഭുതങ്ങൾ ജപമാലയിലൂടെ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. ക്ഷമിക്കുന്ന സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു. ഹാലേലിയ. മുട്ടുവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഉപ്പിറ്റുവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹലാൽ ചെയ്ത കുഴിമന്തി സ്ഥിരം വാങ്ങി കഴിക്കുന്ന ഒരു വ്യക്തിയോട് അത് അവസാനിപ്പിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ശക്തമായ വയറുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ലൂസ് മോഷൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹാലേലിയ 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 ഹാലേലിയ
ആലലിയ ആലലിയ. സിന്ധുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ ശക്തമായി പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അലർജി മൂലം ചൊറിച്ചൽ കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നുണ്ട്. കാല് പൊള്ളുന്ന അവസ്ഥ കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. നിമിഷ എന്ന മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ആലലിയ 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 ആലലിയ. മൂക്കിന് സർജറി പറഞ്ഞിരിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പാനിക് അറ്റാക്ക് വരുന്ന ഒരു സഹോദരിയുടെ കഴുത്തിൽ വെന്തിക്കുന്നിരിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. അടുത്തിടെ ഓട്ടോറിക്ഷയുടെ ഉള്ളിലെ പാമ്പിനെ കണ്ട മകനോട് വാഹനം വെഞ്ചിരിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. ഒരു അധ്യാപികയുടെ മൂലക്കൊരു കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. പണം പലിശയ്ക്ക് കൊടുക്കാറുള്ള ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരാളോട് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ധനലക്ഷ്മി യന്ത്രം എടുത്തു കളയാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. രാത്രിയിലെ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി നിൽക്കുന്ന ജോസ് എന്ന മകനെ കർത്താവ് അതിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പൻഡിസൈറ്റിസിന് സർജറി പറഞ്ഞിട്ടുള്ള 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വിട്ടുമാറാത്ത ജലദോഷമുള്ള ഒരു സിസ്റ്ററിനെ കർത്താവ് സൗഖ്യപ്പെടുന്നു. ഡെന്നീസ് എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. മകന്റെ മദ്യപാനം മാറാൻ വേണ്ടി കർമ്മലമാതാവിനോട് മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹാലലിയ. ശിരിരിരി. മൂത്രം പോകാൻ ട്യൂബ് ഇട്ടിരിക്കുന്ന ഒരു സഹോദരൻ്റെ കഴുത്തിൽ വെന്തിങ്ങ ഇട്ട് കൊടുക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. ബിസിനസ് വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്ന സ്റ്റെനിൻ എന്ന മകനോട് തുറന്ന കുമ്പസാരം നടത്താനും കർത്താവിനോട് ചേർന്ന് നിൽക്കാനും സന്ദേശിച്ചിരുന്നു. വിട്ടുമാറാത്ത ഛർദിയുള്ള ഒരു കിഡ്നി രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. എഴുതിയ പേപ്പർ റിവാലുവേഷന് കൊടുത്തിരിക്കുന്ന ഒരു മകൾക്ക് ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ബിനോജ് എന്ന മകന്റെ ബിസിനസ്സിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ശരീരഭാരം കുറഞ്ഞു വരുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ശരീരത്തിലെ വലിയൊരു മുഴയുള്ള വേദനയെ തുടർന്ന് പെയിൻ കില്ലർ മരുന്ന് കഴിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ക്യാൻസർ രോഗം മൂലം മരിച്ചുപോയൊരു വ്യക്തിയുടെ വസ്ത്രങ്ങൾ പൂജ്യമായ വസ്തു എന്ന പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇപ്പോൾ കുത്തി ചുമയുള്ള ഒരാളോട് മരിച്ചുപോയ വ്യക്തിയുടെ വസ്തുക്കൾ ആ രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ചിഞ്ചു എന്ന മകളുടെ വീട്ടിൽ നിന്നും എലിശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. സ്പെയിനിൽ നിന്നും ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന അലർജി രോഗമുള്ള ഒരാളോട് വീഞ്ഞു കുടിക്കുന്നത് അവസാനിപ്പിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. ട്യൂമർ ബാധിച്ച അതീവ ഗുരുതരാവസ്ഥയിലായിരിക്കുന്ന ഒരു കുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇപ്പോൾ 6ാമത്തെ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിന് പുതിയ വീട് പണിയാനുള്ള സാമ്പത്തിക മേഖല ഒരുക്കി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. സിസ്റ്റർ സീനയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വാച്ച്മാനായി ജോലി ചെയ്യുന്ന ഒരാളുടെ ഷോൾഡർ പെയിൻ കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. മകൻ ഷാരോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവിന്റെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നു. ഇറച്ചി വെട്ടുന്ന കടയിൽ ജോലി ചെയ്യുന്ന ഒരാളോട് കഴുത്തിൽ വെന്തിക്കുന്നിരിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. വാച്ച് കിട്ടും അലർജിയുള്ള ഒരു വൈദികനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. പാമ്പ് കടിയേറ്റ ഒരാൾ കർത്താവ് സ്പർശിക്കുന്നു. കുഞ്ഞ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുട്ടിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ജൂലി എന്ന മകളോട് മൂക്കുത്തി ഊരിമാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. അല്ലെ ലിയോണ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട വീടിന്റെ ആധാരം തിരിച്ചു നൽകിയ ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരു ഹോസ്റ്റലിൽ നിന്നും ഈച്ചശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. മരിച്ചുപോയ അപ്പനുപയോഗിച്ച തലേണ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസതടസ്സമുള്ള ഒരാളോട് അപ്പനുപയോഗിച്ചിരുന്ന സ്ഥിരപയോഗിച്ചിരുന്ന മരിച്ചുപോയ അപ്പനുപയോഗിച്ചിരുന്ന തലേണ ഉപേക്ഷിക്കാൻ അത് ഒഴിവാക്കാൻ കർത്താവ് സന്ദേശം തരിക. ആണ്ടൂസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വയറ്റിൽ വെള്ളം കെട്ടിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. കരൾ സംബന്ധമായ രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. ലൂസി എന്ന മകൾക്ക് ഓപ്പറേഷൻ കൂടാതെ കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നുണ്ട്. ഹാലേലുയ. യേശുവേ നന്ദി. ദൈവമേ മഹത്ത ആരാധന. ഹാലേലുയ. മഞ്ഞപ്പിത്തം മൂലം ഹോസ്പിറ്റലിലായിരിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. ആൻസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പാലിൻ്റെ അലർജി കർത്താവ് ഒരാൾക്ക് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നുണ്ട്. സെബാസ്റ്റിനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ സന്ദേശിച്ചിരിക്കുക. പലരുടെയും വിഷാദരസങ്ങൾ കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. കണ്ണിൽ പീള കിട്ടുന്ന ഒരാൾക്ക് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നുണ്ട്. വെയിലിൻ്റെ അലർജിയുള്ള ഒരാൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശരി. മുഖം നിറയെ കുരുവെന്ന് വിഷമത്തിലായിരിക്കുന്ന ഒരു മകളോട് മൂക്കുത്തി അയച്ചു മാറ്റി പ്രാർത്ഥിക്കാൻ സന്ദേശം തരിക. എപ്പോഴും മൂക്ക് അടഞ്ഞിരിക്കുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഷോൾഡർ പെയിൻ ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കാൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിനുവിനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ശരീരത്തിലെ കരപ്പൻ്റെ അസുഖമുള്ള ഒരു വ്യക്തിയോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം തരുന്നു. ശരീരം മുഴുവൻ വേദനയുള്ള വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ജോലിക്ക് ആൾക്കാരെ കിട്ടാതെ വിഷമിക്കുന്ന വ്യക്തിയോട് എന്നും ബന്ധന പ്രാർത്ഥന ചൊല്ലാൻ കർത്താവ് സന്ദേശം തരുന്നു. ലൂസ് മോഷൻ ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബ്രെയിൻ ട്യൂമറിന് ചികിത്സയിലായിരിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചാർലി എന്ന മകനോട് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശം തരുന്നു. ഒരു സ്ഥലത്ത് നിന്നും ഈച്ചശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വേദന മൂലം കുഴമ്പ് ഉപയോഗിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു ബസ് ഡ്രൈവറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വീട്ടിലെ TV ഇടയ്ക്കിടയ്ക്ക് കേടാവുന്ന വ്യക്തിയോട് ബന്ധന പ്രാർത്ഥന ചൊല്ലാൻ കർത്താവ് സന്ദേശം തരുന്നു. ഹാലേലുയ. ഒരു സൈക്യാട്രിക് ഡോക്ടറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ധാരാളം വേദന സംഹാരി ഗുളിക കഴിക്കുന്ന ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു. ഹാലേലുയ. 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 ബാക്ക് പെയിൻ കാരണം കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹാലേലുയ. ഹാലേലുയ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം കർത്താവ് സമൂഹത്തിൽ വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ പറഞ്ഞതും പറയാത്തതും എല്ലാറ്റിനും
അനുഗ്രഹങ്ങളോർത്ത് എല്ലാവരും സ്തുതിക്കുന്നു. യേശുവെ എന്നെ ഒരു പ്രേക്ഷിതനാക്കി മാറ്റണമേ, ശുശ്രൂഷകയാക്കി മാറ്റണമേ, ശുശ്രൂഷനാക്കി മാറ്റണമേ എന്ന ആഗ്രഹത്തോടെ ഹാലലിയ പറഞ്ഞ് എല്ലാവരും സ്വതന്ത്രമായി സ്തുതിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ ഹാലലിയ പുതിയ തീരുമാനമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുറന്ന് കുമ്പസാരിക്കാൻ തീരുമാനത്ത് പ്രാർത്ഥിക്കുന്നു. പോരാ പോരാ ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ശബ ഹാല ബാല ബാല വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ശബ ഹാല ബാല 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 എല്ലാവരും സ്തുതിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സ്തുതിക്കുന്നതിൽ അമാന്തം കാണിക്കരുത്, തളർന്നു പോകരുത്. ഹാലുലി 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 ഹാലുലിയ. യേശുവേ നന്ദി 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 നന്ദി. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. വിളിച്ചെന്ത് മാത്രം സ്നേഹിച്ചോടുണ്ട് അത്ര ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞു സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാദിവ്യകാരുണീശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണീശോയ്ക്ക് നമ്മെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീ എൻ്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. നീ എൻ്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ.